ഹലോ ഡിയർ സ്റ്റുഡൻസ്, ദേവിയ കോളേജിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ്ങിലെ ചെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് പ്രധാനമായിട്ടും ചെക്കിലെ ക്രോസിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പാർട്ടാണ് ബാങ്കിങ്. അതിൽ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ട ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ചെക്കിലെ ക്രോസിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. മനസ്സിലാക്കാതെ കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആണ്. അതുകൊണ്ട് പഠിക്കുന്ന കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ പഠനം വളരെ ഈസി ആവുകയും വളരെ വേഗത്തിൽ എന്ത് ചെയ്യുള്ളൂ, ജോലി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ കൃത്യമായ ബോധത്തോടു കൂടി എന്താണ് നമ്മൾ പഠിക്കുന്നതെന്നും എന്താണ് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസും എന്നും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കണം. അപ്പൊ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് എന്താണ്, ചെക്കിന്റെ ക്രോസിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്രോസിംഗ് ഓഫ് എ ചെക്ക് മെൻഷൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. NI ആക്ടിലെ ഏത് ഭാഗത്താണ്, ഏത് സെക്ഷൻസിലാണ് ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്, ചെക്കിന്റെ ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്? ഏത് ഭാഗത്താണ്? സെക്ഷൻ 123 മുതൽ 130 വരെയുള്ള ഭാഗത്താണ് ചെക്കിന്റെ ക്രോസിംഗുമായി ബന്ധപ്പെട്ട വിവിധ ഭാഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. അതായത് ക്രോസിംഗ്, കളക്ടീവ് ബാങ്കിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, പേയിങ് ബാങ്കിന് കിട്ടുന്ന പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, NI ആക്ടിലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ NI ആക്ടിൽ എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ സെക്ഷൻ 123 മുതൽ 130 വരെയുള്ള ഭാഗത്താണ് എന്ത്, ക്രോസിംഗുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ചോയ്സില് ക്രോസിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് വരികയും സെക്ഷൻ ഏതാണെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ അത് 123 മുതൽ 130 വരെയുള്ള ഒറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ഈ 123നും 130നും ഇടയ്ക്കുള്ള ചോയ്സ് ആയിരിക്കും എന്ത്, യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ക്രോസിംഗിനെ കുറിച്ച് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ സെക്ഷൻ 123 മുതൽ 130 വരെയാണ്. അപ്പൊ ദ പ്രാക്ടീസ് ഓഫ് ക്രോസിംഗ് ഈ ഓഫ് എ ചെക്ക് ഈസ് ഒറിജിനേറ്റഡ് ഇൻ, എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ക്രോസിംഗ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത് വെച്ചാൽ എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ക്രോസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ക്രോസിംഗ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പൊ ഇംഗ്ലണ്ടിലാണ് ക്രോസിംഗ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ക്രോസിംഗ്, എന്താണ് ഈ ആക്ച്വലി ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിന്റെ ഫേസിൽ, ആ വേർഡിന് വളരെ പ്രത്യേകതയുണ്ട്. എവിടെ തന്നെ ക്രോസ് ചെയ്യാൻ പറ്റൂ? ചെക്കിന്റെ ഫേസിൽ മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റൂ. അതായത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ക്രോസ് ചെയ്യാൻ കഴിയുള്ളൂ. ചെക്കിന്റെ ഫേസില് 2 പാരലൽ ലൈൻ ഇടുകയാണ്. ആ ലൈനിന്റെ ഉള്ളിൽ വിത്ത് വേർഡോ വിത്തൌട്ട് വേർഡോ ആക്കാം. അതായത് 2 ട്രാൻസ്ഫർ പാരലൽ ലൈൻസ് എടുത്ത് അതിന്റെ ഉള്ളില് എന്തെങ്കിലും എഴുതിയിട്ടോ അല്ലെങ്കിൽ ഒന്നും എഴുതാതെയോ ക്രോസ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണെന്ത്, ക്രോസിംഗ് എന്ന് പറയുന്നത്. അതാണ് ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക് 2 transverse parallel lines are drawn with or without certain words. എന്തെങ്കിലും വേർഡോട് കൂടിയോ അല്ലെങ്കിൽ ഒരു വേർഡും ഇല്ലാതെയോ ഒരു ചെക്കിന്റെ ഫേസിലെ 2 വരയിട്ടിട്ട് അതിൽ എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, ക്രോസിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് എന്താണ്, ക്രോസിംഗ് ഓഫ് എ ചെക്ക്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു ചെക്കാണ്. ചെക്കിന്റെ സാധാരണഗതിയിൽ എവിടെ ക്രോസ് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് ടോപ്പിലായിട്ടാണ് ക്രോസ് ചെയ്യുക. ഇങ്ങനെ 2 വരി ഇടുന്നതിനാണ് എന്ത് പറയാ, ക്രോസിംഗ് എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്? ചെക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്? റൈറ്റ് പേയെ ഉറപ്പാക്കുക എന്നുള്ളതാണ് എന്ത്, ചെക്ക് ക്രോസ് ചെയ്യണമെന്ന് ഉദ്ദേശം. അത് നമ്മൾ ആർക്കാണോ ഈ ചെക്ക് കൊണ്ട് പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് തന്നെയാണ് ഈ പൈസ കിട്ടിയത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം ചെക്ക് 2 തരത്തിലുള്ള ചെക്കാണുള്ളത്. ഒന്ന് ബെയറർ ചെക്കും, രണ്ടാമത്തെ എന്താണ്, ഓർഡർ ചെക്കും. എന്താണ് ഈ 2 ചെക്ക് തമ്മിലുള്ള പ്രത്യേകത? ബെയറർ ചെക്കും ഉണ്ട്, ഓർഡർ ചെക്കും ഉണ്ട്. ബെയറർ ചെക്കില് നമ്മള് പൈസ എങ്ങനെ മാറ്റിയെടുക്കാം? കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്താൽ, ബാങ്കിന്റെ ക്യാഷ് കൗണ്ടറിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പൈസയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു ഓർഡർ ചെക്കിന്റെ കാര്യത്തിൽ ഒരിക്കലും ത്രൂ ക്യാഷ് കൗണ്ടർ വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരു അക്കൗണ്ട് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 2 ചെക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ബെയറർ ചെക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ഇതുപോലെ ക്രോസ്ഡ് ചെക്ക് എന്തിനു ഉദാഹരണമാണോ, ഓർഡർ ചെക്കിന് ഉദാഹരണമാണ്. എനിക്കൊരു ഓർഡർ ചെക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബെയറർ ചെക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോയിട്ട് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസ 50,000 രൂപയുടെ ചെക്കാണെങ്കിൽ 50,000 രൂപ ക്യാഷ് ആയിട്ട് വാങ്ങാം. പക്ഷെ ഓർഡർ ചെക്ക് ഇതുപോലെ ക്രോസ് ചെയ്ത ചെക്കിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കിന്റെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് ക്യാഷ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റൂ? ഒരു ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ട് ആ ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഏജൻസി ഫംഗ്ഷനായ കളക്ഷൻ ഓഫ് ചെക്ക് നടത്തും. അതായത് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പൈസ കളക്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെക്കാണ്. ഒരു ഓർഡർ ചെക്ക് ഉണ്ട്, ഒരു ബെയറർ ചെക്ക് ഉണ്ട്. അതിലെ ബെയറർ ചെക്കിനെ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി കൊടുത്താൽ എന്ത് കിട്ടും, അവർ പൈസയായിട്ട് തരും. ഇനി ഓർഡർ ചെക്കായ ഈ ക്രോസ്ഡ് ചെക്കിനെ നേരെ കൊണ്ടുപോയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടറിൽ കൊടുത്താൽ ഒരിക്കലും എന്ത് കിട്ടില്ല, എനിക്ക് പൈസ കിട്ടുകയില്ല. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എനിക്ക് എന്തില്ല, ഒരു അക്കൗണ്ടും ഇല്ലാന്ന് വെച്ചോളൂ. എനിക്ക് ഒരു അക്കൗണ്ട് ഉള്ളത് ഫെഡറൽ ബാങ്കിലാണെങ്കിൽ ഞാൻ ഈ ചെക്കിനെ, ഈ ക്രോസ് ചെയ്ത ചെക്കിനെ എവിടെ കൊടുക്കുന്നു? ആക്ച്വലി അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെക്കാണ്. ഞാൻ അവിടെ കൊണ്ടേ കൊടുക്കുന്നു, ഈ പറഞ്ഞ ഫെഡറൽ ബാങ്കിൽ എന്റെ അക്കൗണ്ടിൽ കളക്ഷൻ വേണ്ടി കൊടുക്കുന്നു. അപ്പൊ ഫെഡറൽ ബാങ്ക് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും,
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് എന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇടും. ഓക്കെ, നിക്ഷേപിക്കും. അപ്പൊ എനിക്ക് എവിടുന്ന് പൈസ എടുക്കാം? ഈ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാം. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഒരാൾ എനിക്ക് ചെക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് തന്നെ കിട്ടിയത് എന്ന് ഉറപ്പാക്കാനുള്ള ഒരു പ്രൊസീജിയറാണിത്, ഈ പറഞ്ഞ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പ്രൊസീജിയറിനെ എന്ന് പറയാ ക്രോസിംഗും. ഇവിടെ ഇതാണ് ഈ ക്രോസിംഗിലുള്ള പ്രൊസീജിയറിൽ നിന്ന് നടക്കുന്നത്, ബാങ്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. ഓക്കെ, അപ്പൊ ക്രോസിംഗില് ചെക്കിന്റെ ഫേസില് 2 ട്രാൻസ്ഫേഴ്സ് പാരലൽ ലൈൻസ് ഇടും. അതിന്റെ ഉള്ളിൽ ഇനിയിപ്പോ ആൻഡ് കമ്പനി എഴുതി. ഇതെന്ത് ക്രോസിംഗ് ആണ്? ക്രോസിംഗ് 2 തരത്തിലുണ്ട്. ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. എത്ര തരത്തിലുള്ള ക്രോസിംഗ് ഉണ്ട്? 2 തരത്തിലുള്ള ക്രോസിംഗ് ആണ്, ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യണം? ജനറൽ ക്രോസിംഗ് എന്താണെന്ന് സ്പെഷ്യൽ ക്രോസിംഗ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഈ ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞതാണ് ഈ ലൈനിന്റെ ഉള്ളില് ഒരു ബാങ്കിന്റെ പേരല്ലാതെ മറ്റെന്ത് എഴുതിയാലും അതെന്താണ്? അത് ജനറൽ ക്രോസിംഗ് ആണ്. അതായത് ഇങ്ങനെ 2 ലൈൻ ഇട്ടിട്ട് ഈ ലൈനിന്റെ ഉള്ളില് ഒരു ബാങ്കിന്റെ പേര് ഒഴികെ മറ്റെന്ത് എഴുതിയാലും അതെന്താണ്? ജനറൽ ക്രോസിംഗ് ആണ്. ഇപ്പൊ ആൻഡ് കമ്പനി എന്ന് എഴുതി, ഇതെന്തൊരു ഉദാഹരണമാണ്? ജനറൽ ക്രോസിംഗ് ആണ്. ഇനി 2 ലൈൻ ഇട്ടിട്ട് അക്കൗണ്ട് പേ എന്ന് എഴുതാണ്, അക്കൗണ്ട് പേ എന്ന് എഴുതാണ്. ഈ അക്കൗണ്ട് പേ ചെക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അക്കൗണ്ട് പേ എന്ന് എഴുതാണ്, ഇത് എന്തൊരു ഉദാഹരണമാണ്? ഇതും ജനറൽ ക്രോസിംഗ് ആണ്. ഇനി 2 ലൈൻ ഇട്ടിട്ട് നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി, നോട്ട് നെഗോഷ്യബിൾ എന്തൊരു ഉദാഹരണമാണ്? ഇതും ജനറൽ ക്രോസിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ജനറൽ ക്രോസിംഗ് ആണ്. ഇനി എന്തെഴുതിയാലാണ് സ്പെഷ്യൽ ക്രോസിംഗ് ആകുക? ഇങ്ങനെ 2 ലൈൻ ഇട്ടിട്ട് ഈ ലൈനിന്റെ ഉള്ളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അങ്ങനെ ഒരു ബാങ്കിന്റെ പേര് എഴുതിയാലാണ് എന്ത് പറയാ? ജനറൽ ക്രോസിംഗ് പറയാ. എന്തിനാണ് ജനറൽ ക്രോസിംഗ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ക്രോസിംഗ് 2 തരത്തിലുണ്ട്, ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. ബാങ്കിന്റെ പേരൊഴികെ ഈ 2 ലൈനുകൾക്കിടയില് ബാങ്കിന്റെ പേരൊഴികെ മറ്റെന്ത് എഴുതിയാലും എന്താണ്? അത് ജനറൽ ക്രോസിംഗ് ആണ്. ബാങ്കിന്റെ പേര് എഴുതുമ്പോൾ മാത്രമാണ് എന്തായി മാറുന്നത്? അത് സ്പെഷ്യൽ ക്രോസിംഗ് ആയി മാറുന്നത്. അപ്പോ ക്രോസിംഗ് 2 തരത്തിലുണ്ട്, ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും. ജനറൽ ക്രോസിംഗിൽ എന്താണ് നടക്കുന്നത്? ബാങ്കിന്റെ പേരൊഴികെ ലൈനിന്റെ ഉള്ളിൽ വേറെ എന്ത് എഴുതിയാലും അതെന്താണ്? അത് ജനറൽ ക്രോസിംഗ് ആണ്. ഇനി ഒന്നും എഴുതിയില്ലെങ്കിലും 2 ലൈൻ മാത്രം ഇട്ടാലും അതെന്തിന് ഉദാഹരണമാണ്? ഇതും ജനറൽ ക്രോസിംഗ് ഉദാഹരണമാണ്. ഈ ലൈനിനിടയ്ക്ക് ഏതെങ്കിലും ബാങ്കിന്റെ പേര് എഴുതാണ്, ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയാൽ അതെന്തായി മാറി? അത് സ്പെഷ്യൽ ക്രോസിംഗ് ആയി മാറി. അപ്പൊ ക്രോസിംഗ് 2 തരത്തിലുണ്ട്, ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും. ഇനി പ്രസക്തമായ മറ്റൊരു ചോദ്യം, ഈ 2 ലൈൻ ഇല്ലാതെ, അതായത് ഈ 2 ലൈൻ ഇല്ലാതെ ചെക്കിൽ ക്രോസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. കഴിയുന്ന സന്ദർഭമുണ്ട്, കഴിയാത്ത സന്ദർഭമുണ്ട്. ഇനി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ചെക്കിന്റെ ഡെഫിനിഷൻ ഒരിക്കൽ കൂടി പറയണം. ഡാഷ് ഓഫ് എ ചെക്ക് മീൻസ് 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് on the face with or without words such as and company, not negotiable, payee account only. ഈ payee account only എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്കൗണ്ട് പേയിങ് തന്നെയാണ്. അക്കൗണ്ട് പേ ചെക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എന്ത് വേണം എഴുതിയാലും, ആൻഡ് കമ്പനി എന്ന് എഴുതിയാലും ശരി, നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയാലും ശരി, പേയ് അക്കൗണ്ട് ഓൺലി എന്ന് എഴുതിയാലും ശരി, എന്ത് തന്നെയാണ് പറയാ? അതിനെ പറയുന്നതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോ 2 ലൈൻ ഇട്ടിട്ട് അതിനുള്ളിൽ വിത്ത് ഓർ വിത്തൌട്ട് വേർഡ്സിൽ 2 പാരലൽ ലൈന് ചെക്കിന്റെ ഫേസിൽ ഇടുന്നതിനാണ് എന്ത് പറയാ? ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇനി the words without dash will not constitute crossing and such instrument should not be paid as drawer's mandate is not clear. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്കിലെ ക്രോസിംഗിന്റെ കാര്യത്തില് ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഏതിന്റെ കാര്യത്തില്? ചെക്ക് ജനറൽ ആയിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അവിടെ എന്താണ്? ഈ ലൈൻ ഇല്ലെങ്കിൽ പൈസ കൊടുക്കുകയില്ല. ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അല്ലെങ്കിൽ ആ ചെക്ക് റിട്ടേൺ ചെയ്യും. അപ്പൊ ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തില് ഈ ലൈനിനാണ് ഇമ്പോർട്ടന്റ് അതിനുള്ളിൽ എഴുതിയിരിക്കുന്ന വേർഡിനേക്കാൾ. പക്ഷേ സ്പെഷ്യൽ ക്രോസിംഗിന്റെ കാര്യത്തില് ലൈനിലല്ല ഇമ്പോർട്ടന്റ് ഏതിനാണ്? അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ബാങ്കിന്റെ പേരിനാണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ദ വേർഡ്സ് വിത്തൌട്ട് ലൈൻസ് will not be constitute crossing. ഏതിന്റെ കാര്യത്തിലാണ്? ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തിലാണ്. will not be constitute ജനറൽ ക്രോസിംഗ് ആണ്. ജനറൽ ക്രോസിംഗിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ the words without lines will not constitute general crossing and such instrument should not be paid as drawer's mandate is not clear. അതായത് ഡ്രോവർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതില്ല, ക്ലിയർ അല്ല. അതുകൊണ്ട് സാധാരണയായിട്ട് ആ ചെക്കിന് തിരിച്ചു കൊടുക്കാറാണ് പതിവ്. അപ്പോ ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ്? ലൈനിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ലൈൻ വിത്തൌട്ട് ലൈൻ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, പൈസ കൊടുക്കുകയില്ല, തിരിച്ചയക്കും. അപ്പൊ ക്രോസിംഗ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് എന്താണ്? ചെക്ക് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ക്രോസിംഗ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ്, ക്രോസിംഗ് ഏതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അപ്പൊ നമ്മൾ പറഞ്ഞു ലൈന് വേണ്ട സന്ദർഭം പറഞ്ഞു, വേണ്ടാത്ത സന്ദർഭങ്ങളും പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ ക്രോസിംഗ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ്, നമ്മൾ പറഞ്ഞു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ചെയ്യാറ്? സാധാരണയായിട്ട് ക്രോസ് ചെയ്യാറ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒക്കെയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? 1 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 2 പ്രോമിസറി നോട്ട്, 3 ചെക്ക്. സെക്ഷൻ 6ലാണ് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്, ചെക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ക്രോസ് ചെയ്യാൻ കഴിയുക ചോദിച്ചാൽ ഏതൊക്കെയാണ്?
ചെക്കും ഡ്രാഫ്റ്റ് മാത്രമേ ക്രോസ് ചെയ്യാൻ കഴിയുള്ളൂ. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരിക്കലും ക്രോസ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ക്രോസ് ചെയ്യാൻ കഴിയാത്ത നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും. പക്ഷേ ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പാർട്ടാണ്. ഡ്രാഫ്റ്റ് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. പക്ഷേ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യാൻ കഴിയും? ക്രോസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് ക്രോസ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ക്രോസിംഗ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഏതൊക്കെയാണ്? ചെക്ക് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡിയും ചെക്കും ക്രോസ് ചെയ്യാം. പക്ഷെ ഏതൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റില്ല? ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡാഷ് കനോട്ട് ബി ക്രോസ്ഡ്. ഏതൊക്കെ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട് കനോട്ട് ബി ക്രോസ്ഡ്. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ ക്രോസിംഗ് ഈസ് എന്താണ്? ടു പാരലൽ ലൈൻസ് ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്. ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ജനറൽ ക്രോസിംഗിനെ സംബന്ധിച്ചിടത്തോളം ഏത് തന്നെയാണ്? ടു പാരലൽ ലൈൻസ് ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്. ചെക്കിന്റെ ഫേസിൽ എന്ത് വേണം? രണ്ട് പാരലൽ ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ക്രോസിംഗ് ആയിട്ട് കണക്കാക്കുകയുള്ളൂ. വെറുതെ ആൻഡ് കമ്പനി എന്ന് മാത്രം ക്രോസ് ആയിട്ട് എഴുതിയാൽ അതിനെ എന്തായിട്ട് കണക്കാക്കില്ല? ക്രോസിംഗ് ആയിട്ട് കണക്കാക്കില്ല. ഡ്രോവേഴ്സ് മാൻഡേറ്റ് നോട്ട് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചെക്കിനെ തിരിച്ചു തരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്താണ്? അതൊരു ജനറൽ ക്രോസിംഗ് ആണ്. പക്ഷെ ലൈൻ ഇല്ലാതെ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എഴുതിയാലും നമ്മുടെ NIAct പറഞ്ഞില്ല, ബൈ പ്രാക്ടീസ് അതെന്തായിട്ട് കണക്കാക്കും? ക്രോസ്ഡ് ചെക്കായിട്ട് കണക്കാക്കും. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാലും അതും തന്നെയാണ്, അതൊരു ജനറൽ ക്രോസിംഗ് ആണ്. പക്ഷേ രണ്ട് ലൈൻ ഇല്ലാതെ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയാലും ബൈ പ്രാക്ടീസിൽ, നിയമത്തിൽ പറയുന്നതല്ല, ബൈ പ്രാക്ടീസിൽ അതിനെ എന്തായിട്ട് കണക്കാക്കാറുണ്ട്? ക്രോസിംഗ് ആയിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാണ്, ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ ക്രോസിംഗ് ഈസ് ചോദിച്ചാൽ തന്നെയാണ് ടു പാരലൽ ലൈൻസ് ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക് തന്നെയാണ്. അതിന്റെ ഉള്ളിൽ എഴുതുന്ന വേർഡിനല്ല പ്രസക്തി, ഏതിനാണ്? ചെക്കിന്റെ ലൈനിനാണ് പ്രസക്തി. പക്ഷേ സ്പെഷ്യൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ ആ എഴുതുന്ന ബാങ്കിന്റെ പേരിനാണ് പ്രസക്തി. ഓക്കെ. അപ്പൊ രണ്ടും തമ്മിൽ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ദിവസം നോക്കൂ. ദ ക്രോസിംഗ് ഐദർ ഡാഷ് ഓർ ഡാഷ്. എങ്ങനെയാണ്? ജനറൽ ക്രോസിംഗ് ഉണ്ട്, സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ജനറൽ ക്രോസിംഗ് പറഞ്ഞു, സ്പെഷ്യൽ ക്രോസിംഗ് പറഞ്ഞു. എന്താ ജനറൽ ക്രോസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലൈനിന്റെ ഉള്ളില് ബാങ്കിന്റെ പേരൊഴികെ മറ്റെന്ത് എഴുതിയാലും അതെന്തിന് ഉദാഹരണമാണ്? അത് ജനറൽ ക്രോസിംഗിന് ഉദാഹരണമാണ്. ബാങ്കിന്റെ പേര് എഴുതിയാൽ മാത്രം അത് എന്തായി മാറുന്നുള്ളൂ? സ്പെഷ്യൽ ക്രോസിംഗ് ആയി മാറുന്നുള്ളൂ. അപ്പൊ ദ ക്രോസിംഗ് ഐദർ ജനറൽ ഓർ സ്പെഷ്യൽ. അപ്പൊ ക്രോസിംഗ് എത്ര തരത്തിലുള്ള ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള ക്രോസിംഗ് ഉള്ളത്. ഒന്ന് ജനറൽ ക്രോസിംഗ് ഉണ്ട്, രണ്ടാമത്തെ എന്തുണ്ട്? സ്പെഷ്യൽ ക്രോസിംഗ് ഉണ്ട്. ഇനി സെക്ഷൻ ഡാഷ് ഓഫ് NIAct മെൻഷൻഡ് അബൌട്ട് ഹൂ ക്യാൻ ക്രോസ് ദ ചെക്ക്. ആർക്കൊക്കെയാണ് ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 125 ഓഫ് NIAct. സെക്ഷൻ 125ലാണ് NIAct നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 125ലാണ് ചെക്ക് ആർക്കൊക്കെ ക്രോസ് ചെയ്യാന്ന് പറയുന്നത്. ആർക്കാണ് സാധാരണയായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുക? ഡ്രോവർക്ക് ക്രോസ് ചെയ്യാം, ഇനി ഹോൾഡർക്ക് ക്രോസ് ചെയ്യാം. ഇനി ഒരു ബാങ്കിൽ കളക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ബാങ്ക് സ്പെഷ്യൽ ക്രോസിംഗ് നടത്താറുണ്ട്. അപ്പൊ മൂന്ന് പാർട്ടീസിനാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുക? ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക. ആർക്കൊക്കെയാണ് ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ അതാണ് സെക്ഷൻ 125 ഓഫ് NIAct. ആസ് പെർ സെക്ഷൻ 125 ഓഫ് NIAct ഹൂ ക്യാൻ ക്രോസ് ദ ചെക്ക്. ആർക്കൊക്കെ ചെക്ക് ക്രോസ് ചെയ്യാം? സെക്ഷൻ 125 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 125 പ്രകാരം ആർക്കൊക്കെയാണ് ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക? ആർക്കൊക്കെ ചെക്ക് ചെയ്യാം? ക്രോസ് ചെയ്യാം? എ ഡ്രോവർ അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡ്രോവർക്ക് തന്നെ എന്ത് ചെയ്യാം? ചെക്ക് ക്രോസ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഒരാൾക്ക് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാനാണ് അതിന്റെ ഡ്രോവർ, അതായത് ചെക്ക് എഴുതുന്ന ആളാണ് എന്താ പറയാ? ചെക്കിന്റെ ഡ്രോവർ എന്ന് പറയാം. ആ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് പേ റൈറ്റ് ആണ്, ഞാൻ കൊടുക്കുന്ന ആൾക്ക് തന്നെ പൈസ കിട്ടണം എന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കൊടുക്കുമ്പോൾ തന്നെ ക്രോസ് ചെയ്യാം. അപ്പൊ ഡ്രോവർക്ക് ക്രോസ് ചെയ്യാം. ഇനി ഞാൻ കൊടുത്തത് ഒരു ബെയറർ ചെക്കാണ്. അപ്പോ ബെയറർ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്, അതായത് കൗണ്ടറിൽ കൂടെ ക്യാഷ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു ബെയറർ ചെക്കാണ് ഞാൻ കൊടുത്തത്. പക്ഷെ ആ കൈ കിട്ടിയ ആൾക്ക്, അതായത് ആ ചെക്ക് കിട്ടിയ ആൾക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്തിട്ട് ഓർഡർ ചെക്കാക്കി മാറ്റാം. അപ്പൊ ബെയറർ ചെക്കിനെ ആർക്കാണ് ഓർഡർ ചെക്കാക്കി മാറ്റാൻ പറ്റുക എന്ന് ചോദിച്ചാൽ എനി ഹോൾഡർ ക്യാൻ കൺവേർട്ട് ബെയറർ ചെക്ക് ടു ഓർഡർ ചെക്ക്. ഏതൊരു ഹോൾഡർക്കും ബെയറർ ചെക്കിനെ എന്താക്കി മാറ്റാം? ഓർഡർ ചെക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ തിരിച്ച് ഒരു ഓർഡർ ചെക്കിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബെയറർ ചെക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ എനി ഹോൾഡർക്ക് പറ്റില്ല. അത് ആർക്ക് മാത്രമേ പറ്റൂ? അത് ഡ്രോവർക്ക് മാത്രമേ പറ്റൂ. അപ്പൊ ഞാനിവിടെ എന്താണ് പറഞ്ഞത്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബെയറർ ചെക്കിനെ, അതായത് ക്യാഷ് കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് പൈസയാക്കി മാറ്റാൻ പറ്റുന്ന ചെക്കിനെ ഓർഡർ ചെക്കാക്കി മാറ്റി, അതായത് ക്ലോസ്ഡ് ചെക്കാക്കി മാറ്റാൻ ആർക്ക് പറ്റുന്ന ചോദിച്ചാൽ എനി ഹോൾഡർ ക്യാൻ. അതായത് ആർക്കാണോ, ആരുടെ കയ്യിലാണോ ആ ചെക്ക് ഇരിക്കുന്നത് അയാൾക്ക് എന്ത് ചെയ്യാം? ബെയറർ ചെക്കിനെ ഓർഡർ ചെക്കാക്കി മാറ്റാം. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ചെക്ക് ക്ലോസ്ഡ് ചെക്കാണ്. അതിനെ ഓർഡർ ചെക്കാക്കിയിട്ട് കൗണ്ടറിൽ കൂടെ കൊണ്ടുപോയിട്ട് പൈസയാക്കി മാറ്റാൻ പറ്റുന്ന ചെക്കാക്കി മാറ്റാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? അത് ആ ചെക്ക് എഴുതിയ ആക്ച്വൽ ഡ്രോവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്നാണ് എന്ത് പറയാ? ഈ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുന്നതിനെ പറയാം. അതായത് ഓർഡർ ചെക്കിനെ ബെയറർ ചെക്കാക്കി മാറ്റുന്ന പ്രവൃത്തിയെ പറയുന്ന പേരെന്ത്? ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് ആണ്. അത് ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? അത് ഡ്രോവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആർക്കൊക്കെ ചെക്ക് ക്രോസ് ചെയ്യാന്ന് ചോദിച്ചാൽ ഡ്രോവർക്ക് ക്രോസ് ചെയ്യാം. അടുത്തത് എന്താണ്? എ ഹോൾഡർ ഇൻക്ലൂഡിംഗ് കൺവേർട്ടിംഗ് എ ജനറൽ ക്രോസിംഗ് ടു സ്പെഷ്യൽ ക്രോസിംഗ്
ഓർ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ്. അതായത് ജനറൽ ക്ലോസിംഗിനെ സ്പെഷ്യൽ ക്ലോസിംഗ് ആക്കാൻ മാത്രമേ ആർക്ക് പറ്റൂ? ഹോൾഡർക്ക് പറ്റൂ. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് എന്തായാലും അത് തന്നെയാണ്, അതൊരു ജനറൽ ക്ലോസിംഗ് തന്നെയാണ്. അപ്പൊ ഞാനത് സ്പെഷ്യൽ ആയിട്ട് അടിച്ചു എന്നേ ഉള്ളൂ. ഇനി ക്രോസ് ചെയ്യാൻ കഴിയുന്ന ആളാണ് ഹോൾഡർക്ക് ക്രോസ് ചെയ്യാം. അപ്പൊ ഡ്രോവർക്ക് ക്രോസ് ചെയ്യാം. അടുത്തതാരാണ്? ഹോൾഡർക്ക് ക്രോസ് ചെയ്യാം. ഹോൾഡർക്ക് എങ്ങനെ ക്രോസ് ചെയ്യാം? ഇൻക്ലൂഡിംഗ് കൺവേർട്ടിംഗ് എ ജനറൽ ക്രോസിംഗ് ടു സ്പെഷ്യൽ ക്രോസിംഗ് ഓർ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്. അപ്പോ ഈ ഹോൾഡർക്ക് നമ്മൾ പറഞ്ഞു, ഹോൾഡർക്ക് എന്ത് ചെയ്യാം? ചെക്കിനെ ക്രോസ് ചെയ്യാം. ഓർഡർ ചെക്ക്, ബെയറർ ചെക്കിനെ ഓർഡർ ചെക്ക് ആക്കി മാറ്റാം. അതായത് ക്രോസ് ചെയ്യാത്തൊരു ചെക്ക് കിട്ടിയാൽ ക്രോസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ ഹോൾഡർക്കുണ്ട്. പക്ഷെ ഈ ഹോൾഡർക്ക് കിട്ടിയ ചെക്ക് ജനറൽ ക്ലോസിംഗ് നടത്തിയ ഒരു ചെക്കാണ്. അതായത് ആ ചെക്കില് ജസ്റ്റ് 2 ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതായത് ചെക്കിൽ എന്ത് ചെയ്തിട്ടുള്ളൂ? 2 ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ചെക്കിനെ സ്പെഷ്യൽ ക്ലോസിംഗ് ആക്കി മാറ്റുക. സ്പെഷ്യൽ ക്ലോസിംഗ് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉള്ളിൽ ഒരു ബാങ്കിന്റെ പേര് എഴുതി മാറ്റുക. ആ ബാങ്ക് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയൂ എന്നാണ് എന്ത്? ആ ബാങ്കിന്റെ പേര് എഴുതി അർത്ഥം. അപ്പൊ ഈ ചെക്കിന്റെ 2 ലൈനിന്റെ ഉള്ളില് കാനറ ബാങ്ക് എന്ന് എഴുതുകയാണെങ്കിൽ ഈ ചെക്ക് ഏത് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ? കാനറ ബാങ്ക് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പൊ ഈ ഹോൾഡർക്ക് കിട്ടിയിരിക്കുന്ന ചെക്ക് വെറും 2 ലൈൻ മാത്രമുള്ള ചെക്കാണ്. അതിനുള്ളിൽ ഒരു ബാങ്കിന്റെ പേര് എഴുതി അതിനെ സ്പെഷ്യൽ ക്ലോസിംഗ് ആക്കി മാറ്റാൻ കഴിയുമോ? കഴിയും. അപ്പോ ഹോൾഡർക്ക് എന്ത് ചെയ്യാം? ചെക്കിനെ ക്രോസ് ചെയ്യാം. ജനറൽ ക്ലോസിംഗ് എന്താക്കി മാറ്റാം? സ്പെഷ്യൽ ക്ലോസിംഗ് ആക്കി മാറ്റാം. പക്ഷേ ഒരിക്കലും ഒരു ബെയറർ ചെക്കിനെ ഓർഡർ ചെക്ക് ആക്കി മാറ്റാം. ഒരിക്കലും ഒരു ഓർഡർ ചെക്കിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ബെയറർ ചെക്ക് ആക്കി മാറ്റാൻ പറ്റില്ല. അതായത് ഈ ക്രോസിംഗിനെ ക്യാൻസൽ ചെയ്യാനുള്ള പവർ ആർക്കില്ല? ഹോൾഡർക്കില്ല. അത് ഡ്രോവർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രോസ് ചെയ്യാം. ഒരു ചെക്കിനെ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ജനറൽ ക്ലോസിംഗിനെ എന്താക്കി മാറ്റുകയും ചെയ്യാം? സ്പെഷ്യൽ ക്ലോസിംഗ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഇവിടെ നോട്ട് നെഗോഷ്യബിൾ എന്നൊക്കെ എഴുതി ചേർക്കാനുള്ള പവർ ആർക്കുണ്ട്? ഹോൾഡർക്കുണ്ട്. അപ്പോ ചെക്ക് ക്രോസ് ചെയ്യാനുള്ള 2 ആളുടെ പേര് പറഞ്ഞു ആരൊക്കെയാണ്? ഒന്ന് ഡ്രോവർ, രണ്ടാമത്തെ ഇനി ഹോൾഡർ. ഹോൾഡർക്ക് എങ്ങനെ ക്രോസ് ചെയ്യാം? ജനറൽ ക്ലോസിംഗിനെ സ്പെഷ്യൽ ക്ലോസിംഗ് ആക്കി മാറ്റാനുള്ള പവർ ആർക്കുണ്ട്? ഹോൾഡർക്കുണ്ട്. ഇനി നോക്കൂ മൂന്നാമത്തെ, എ ബാങ്കർ ഹു റിസീവ്സ് ദ ചെക്ക് ഫോർ കളക്ഷൻ ക്യാൻ ക്രോസ് ദ ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഒരു സ്പെഷ്യൽ ക്ലോസിംഗിൽ കിട്ടി, ഒരു ചെക്കിന് എന്ത് കിട്ടി? ഒരു സ്പെഷ്യൽ ക്ലോസിംഗ് ആയുള്ള ഒരു ചെക്ക്. ഇപ്പൊ കാനറ ബാങ്ക് എന്ന് എഴുതിയ ഒരു ചെക്കാണ്, സ്പെഷ്യൽ ക്ലോസിംഗ് ആണ്. അപ്പൊ 2 ലൈനിന്റെ ഇടയിൽ കാനറ ബാങ്ക് എഴുതിയാൽ ഈ ചെക്ക് എഴുതി കൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ? കാനറ ബാങ്ക് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പൊ കാനറ ബാങ്കിന് ഈ പറഞ്ഞ ചെക്ക് കിട്ടുകയാണെങ്കിൽ കാനറ ബാങ്കിന് വീണ്ടും അതിനെ ഒരിക്കൽ കൂടി ക്രോസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതിനെന്ത് പറയാ? ഡബിൾ ക്രോസിംഗ് പറയാം. ഡബിൾ ക്രോസിംഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോ ഈ ക്രോസ് ചെയ്ത ചെക്കിനെ വീണ്ടും ക്രോസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഒരു ബാങ്കർക്കുണ്ട്. അതാണ് എ ബാങ്കർ ഹു റിസീവ്സ് ദ ചെക്ക് ഫോർ കളക്ഷൻ. കളക്ഷൻ കിട്ടി. കളക്ഷൻ കിട്ടുന്ന ചെക്ക് ഏതാണ്? ക്രോസ്ഡ് ചെക്കായിരിക്കും. അപ്പൊ അതിനെ വീണ്ടും സ്പെഷ്യൽ ക്രോസ്ഡ് ചെക്കാണ്. അത് ആക്ച്വലി ഒരു സ്പെഷ്യൽ കാനറ ബാങ്ക് എഴുതിയ ഒരു സ്പെഷ്യൽ ക്രോസ് ചെക്കായിരുന്നു. ക്യാൻ ക്രോസ് ദ ഇൻസ്ട്രുമെന്റ്. വീണ്ടും അതിന്റെ പേരിൽ എന്ത് ചെയ്യാം? ഒരിക്കൽ കൂടി ക്രോസ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ബാങ്കർക്കുണ്ട്. അപ്പൊ ആർക്കൊക്കെ ചെക്ക് ക്രോസ് ചെയ്യാം? ഒരു സെക്ഷനിലാണ് പറയുന്നത് സെക്ഷൻ 125 ഓഫ് NI ആക്ട്. സെക്ഷൻ 125 NI ആക്ടിലെ സെക്ഷൻ 125 പ്രകാരം ആർക്കൊക്കെയാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക ചോദിച്ചാൽ ആർക്കൊക്കെ കഴിയും? ഒരു ഹോൾഡർക്ക് കഴിയും, ഇനി ഹോൾഡർക്ക് കഴിയും, ചെക്കിന്റെ ഡ്രോവർക്ക് കഴിയും, ഒരു ബാങ്കിന് കഴിയും. ബാങ്കർ അതായത് കളക്ഷൻ കൊടുക്കുന്ന ബാങ്കിന് എന്ത് ചെയ്യും? കളക്ടിംഗ് ബാങ്കർക്ക് എന്ത് ചെയ്യാനുള്ള പവറുണ്ട്? ക്രോസ് ചെയ്യാനുള്ള പവറുണ്ട്. അപ്പൊ ഈ 3 ആൾക്കാർക്കാണ് സെക്ഷൻ 125 ഓഫ് NI ആക്ട്. NI ആക്ടിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 125 പ്രകാരം 3 പേർക്കാണ് ചെക്ക് ക്രോസ് ചെയ്യാനുള്ള പവർ ഉള്ളത്. ആർക്കാണ്? ഒരു ഡ്രോവർക്ക്, ഇനി ഹോൾഡർക്ക്, ബാങ്കർക്ക്. ഒരു ബാങ്കിന് കളക്ഷൻ കൊടുക്കുന്ന ബാങ്കിന് കളക്ടിംഗ് ബാങ്കർക്ക് എന്ത് ചെയ്യാം? ചെക്കിനെ ഡബിൾ ക്രോസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഡബിൾ ക്രോസിംഗ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നോക്കൂ. ജനറൽ ക്രോസിംഗ് ഈസ് ഡീലിംഗ് ആസ് പെർ സെക്ഷൻ 123. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ 123 മുതൽ 130 വരെയാണ് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ക്രോസിംഗ് ഓഫ് ചെക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ചെക്കിന്റെ ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 123 മുതൽ 130 വരെയാണ്. അതില് ജനറൽ ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? 123 ആണ്. അപ്പൊ ജനറൽ ക്രോസിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെക്കിന്റെ ഫേസില് 2 വരയിടുകയോ അതിന്റെ ഉള്ളില് ബാങ്കിന്റെ പേരല്ലാതെ മറ്റെന്ത് പേര് എഴുതുകയോ ചെയ്താലും അതെന്താണ്? അത് ജനറൽ ക്രോസിംഗ് ആണ്. ഓക്കെ, അപ്പൊ ജനറൽ ക്ലോസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈൻ ഇട്ടിട്ട് ബാങ്കിന്റെ പേരല്ലാതെ ആൻഡ് കമ്പനിന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നോ അക്കൗണ്ട് പേയെന്നോ വേറെ എന്ത് എഴുതിയാലും അതെന്തിന്റെ ഉദാഹരണമാണ്? അത് ജനറൽ ക്ലോസിംഗിന്റെ ഉദാഹരണമാണ്. ഇനി ഒന്നും എഴുതാതെ വെറും 2 ലൈൻ മാത്രം ഇട്ടാലും അതും എന്ത് തന്നെയാണ്? ജനറൽ ക്ലോസിംഗ് ആണ്. ജനറൽ ക്ലോസിംഗിന് ഏതിനാണ് പ്രത്യേകത? ഈ 2 ലൈനിനാണ് പ്രത്യേകത, ഉള്ളിൽ എഴുതുന്ന വേർഡിനല്ല. ഓക്കെ, ഇനി സ്പെഷ്യൽ ക്ലോസിംഗ് ഡീൽസ് വിത്ത് സെക്ഷൻ ഏതാണ്? 124ലാണ്. NI ആക്ടിലെ സെക്ഷൻ 124ലാണ് സ്പെഷ്യൽ ക്ലോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. സ്പെഷ്യൽ ക്ലോസിംഗിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക? 2 ലൈനുകൾക്കിടയിൽ ഒരു ബാങ്കിന്റെ പേര്. ഇപ്പൊ ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയാൽ ഫെഡറൽ ബാങ്ക് എന്നാണ് ഈ 2 ലൈനിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഈ ചെക്ക് ഏത് ബാങ്ക് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ? ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. മറ്റൊരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് കളക്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ സ്പെഷ്യൽ ക്ലോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ക്ലോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 124 NI ആക്ട് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 124ലാണ്. ഇനി ഡാഷ് ഈസ് ഫോർ എ ചെക്ക് ബിയേഴ്സ് അക്രോസ് ഇറ്റ്സ് ഫേസ് ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വിത്ത് ഓർ വിത്തൗട്ട് ലൈൻ സച്ച് ആസ് ആൻഡ് കമ്പനി
ഓർ എനി അബ്രിവേഷൻ വേർഡ്സ് നോട്ട് ഇമ്പോർട്ടന്റ് ലൈൻസ് ആർ ഇമ്പോർട്ടൻസ്. അതാണ് ഇമ്പോർട്ടൻസ്, വേർഡ് അല്ല ഇമ്പോർട്ടന്റ്. അവിടെ എന്താണ് ഇമ്പോർട്ടന്റ്? ലൈൻ ആണ് ഇമ്പോർട്ടൻസ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് dash is where a check bears across the face two parallel lines, transverse parallel lines. അപ്പൊ crossing is where a check bears across two parallel transverse lines with or without words such as and company or any abbreviation. എന്ത് അബ്രിവേഷൻ ആവാം, പക്ഷെ അവിടെ ഏതിനാണ് ഇമ്പോർട്ടൻസ്? വേർഡ്സ് നോട്ട് ഇമ്പോർട്ടന്റ്, ലൈൻസ് ആർ ഇമ്പോർട്ടന്റ്. അവിടെ വേർഡിലല്ല ഇമ്പോർട്ടന്റ്, ഏതിനാണ് ഇമ്പോർട്ടന്റ്? ലൈൻസ് ആർ ഇമ്പോർട്ടൻസ്. അപ്പൊ ലൈനിനാണ് ഇമ്പോർട്ടൻസ്. ഏതിന്റെ കാര്യത്തില്? ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തില്. അടുത്ത് ജനറൽ ക്രോസിംഗ് ഈസ് ഡയറക്ഷൻ ടു. ആർക്കുള്ള ഡയറക്ഷൻ ആണ് ജനറൽ ക്രോസിംഗ്? ആർക്കുള്ളതാണ്? പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. അതായത് പൈസ കൊടുക്കുന്ന ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. എന്താണ് ആ ഡയറക്ഷൻ? കൗണ്ടിൽ കൂടെ പൈസ കൊടുക്കാൻ പറ്റില്ല, മറ്റൊരു ബാങ്കിന്റെ കളക്ഷൻ അക്കൗണ്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കിൽ ഈ പറഞ്ഞ ചെക്കുമായി വരുന്ന ആൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഒരിക്കലും ക്യാഷ് ആയിട്ട് കൗണ്ടിൽ കൂടെ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ക്രോസിംഗിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു. ആർക്കുള്ള ഡയറക്ഷൻ ആണ് ചോദിച്ചാൽ ആർക്കുള്ള ഡയറക്ഷൻ ആണ്? പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. ഇനി കളക്ടീവ് ബാങ്കർക്കുള്ള നിർദ്ദേശം വേറെയുണ്ട്. അപ്പൊ ജനറൽ ക്രോസിംഗ് ആർക്കുള്ള ഡയറക്ഷൻ ആണെന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ജനറൽ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ആർക്കാണ്? പേയിങ് ബാങ്കർക്കാണ്. ഇനി ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് NA ആക്ട്, ജനറൽ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു പേയിങ് ബാങ്ക് നോട്ട് ടു പേ എ ചെക്ക് അക്രോസ് ദ കൗണ്ടർ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോട്ട് ടു പേ എ ചെക്ക് അക്രോസ് ദ കൗണ്ടർ. കൗണ്ടറിൽ കൂടെ പൈസ കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ജനറൽ ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ക്യാഷ് പേയ്മെന്റ് നോട്ട് ക്യാഷ് പേയ്മെന്റ് ടു പേയ്ക്ക് ഒരിക്കലും ക്യാഷ് ആയിട്ട് പൈസ കൊടുക്കരുത്. ആൻഡ് ഷുഡ് ബി പെയ്ഡ് ടു എ ബാങ്കർ ഓൺലി. മറ്റൊരു ബാങ്കർക്ക് മാത്രമേ പൈസ കൊടുക്കാൻ പാടൂ എന്ന് പറയുന്ന സെക്ഷനാണത്. സെക്ഷൻ 126 നമ്മൾ പറഞ്ഞിട്ടാണ്. സെക്ഷൻ 123 മുതൽ 130 വരെയാണത് ക്രോസിംഗിനെ കുറിച്ച് പഠിക്കുന്നത്. അതിൽ 123 ജനറൽ ക്രോസിംഗിനെ കുറിച്ച് പഠിച്ചു, 124 സ്പെഷ്യൽ ക്രോസിംഗിനെ കുറിച്ച് പഠിച്ചു, 125 ആർക്കൊക്കെ ക്രോസ് ചെയ്യാം, ചെക്ക് ഹൂ ക്യാൻ ക്രോസ് ദ ചെക്ക് പഠിച്ചു. 126 എന്താ പറയണത്? ഒരിക്കലും ക്രോസ്ഡ് ചെക്കിനെ കൗണ്ടറിലൂടെ പൈസയാക്കിയിട്ട് ആർക്ക് കൊടുക്കാൻ പാടില്ല? പേയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് സെക്ഷൻ 126 പറയുന്നത്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 126 ഓഫ് NA ആക്ട്, ജനറൽ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു. ആർക്കുള്ള ഡയറക്ഷൻ ആണ് പറഞ്ഞു? പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. എന്തിനുള്ള ഡയറക്ഷൻ ആണ്? നോട്ട് ടു പേ ചെക്ക് അക്രോസ് ദ കൗണ്ടർ. കൗണ്ടറിലൂടെ ചെക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പൈസ കൊടുക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ക്യാഷ് പേയ്മെന്റ് ടു പേയ്ക്ക് ഒരിക്കലും ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്താൻ പാടില്ല. ആൻഡ് ഷുഡ് ബി പെയ്ഡ് ടു ബി എ ബാങ്കർ ഓൺലി. ഒരു ബാങ്കർക്ക് മാത്രമേ പൈസ കൊടുക്കാൻ പാടൂ എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 126 ആണ്. ഓക്കെ, അപ്പോ സെക്ഷൻ 126 ഓഫ് NA ആക്ടിലാണ് എന്ത് പറയുന്നത്? ജനറൽ ക്രോസിംഗ് പേയിങ് ബാങ്കർക്കുള്ള ഒരു ഡയറക്ഷൻ ആണ്, കൗണ്ടറിലൂടെ പൈസ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 123 പഠിച്ചു, 24 പഠിച്ചു, 125 പഠിച്ചു, 126 ഇനി അടുത്ത് നോക്കൂ. ജനറൽ ക്രോസിംഗ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ സ്പെഷ്യൽ ക്രോസിംഗ് ബൈ ദ ഡ്രോവർ ഓർ എനി ഹോൾഡർ. അതായത് ജനറൽ ക്രോസിംഗിനെ ആർക്ക് സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാം? ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ജനറൽ ക്രോസിംഗ് പറഞ്ഞാൽ 2 ലൈൻ ഇട്ടിട്ട് ഒരു ബാങ്കിന്റെ പേര് ഒഴികെ മറ്റെന്ത് എഴുതിയാലും അതെന്താണ്? ജനറൽ ക്രോസിംഗ് ആണ്. അങ്ങനെ എഴുതിയിട്ടുള്ള ചെക്കിനെ ഒരു ബാങ്കിന്റെ പേര് എഴുതി സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാൻ ആർക്ക് പറ്റും ചോദിച്ചാൽ ഡ്രോവർ ഓർ എനി ഹോൾഡർ. ഡ്രോവർക്കോ അല്ലെങ്കിൽ ഏതൊരു ഹോൾഡർക്കോ എന്ത് ചെയ്യാം? ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാം. ഇനി സ്പെഷ്യൽ ക്രോസിംഗ് ഡീൽസ് വിത്ത് ആസ് പെർ സെക്ഷൻ അതിലാണ് 124 സ്പെഷ്യൽ ക്രോസിംഗ് ഡീൽസ് ആസ് പെർ സെക്ഷൻ അതാണ് 124 NA ആക്ട്. അപ്പൊ 123 ജനറൽ ക്രോസിംഗ് ആണ്, 124 സ്പെഷ്യൽ ക്രോസിംഗ് ആണ്, 125 ഹൂ ക്യാൻ ക്രോസ് ദ ചെക്ക്. ആർക്കൊക്കെ ചെക്ക് ക്രോസ് ചെയ്യാം? നമ്മൾ പറഞ്ഞു ഇനി ഹോൾഡർക്ക് പറ്റും, ഡ്രോവർക്ക് പറ്റും, ഒരു ബാങ്കിന് പറ്റും. ഒരു കളക്ടീവ് ബാങ്കിന് എന്ത് ചെയ്യാം? കളക്ഷൻ കൊടുക്കുന്ന ബാങ്കിന് എന്ത് ചെയ്യാം? ചെക്ക് ക്രോസ് ചെയ്യാം. 125 പറഞ്ഞു. 126 പറയുന്നത് ജനറൽ ക്രോസിംഗിന്റെ ചെക്ക് ഒരിക്കലും എന്തിൽ കൂടെ കൊടുക്കാൻ പാടില്ല? കൗണ്ടർ വഴി പേയ്മെന്റ് നടത്താൻ കഴിയില്ല. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്താൻ പറ്റില്ല, മറ്റൊരു ബാങ്കർക്ക് മാത്രമേ പേയ്മെന്റ് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നതിലാണ് NA ആക്ട് സെക്ഷൻ 126 ഇനി വേറെ ചെക്ക് ബിയേഴ്സ് അക്രോസ് ഇറ്റ് സ്പേസ് നെയിം ഓഫ് ദ ബാങ്ക് either with or without the words not negotiable, line are not important, the addition name of the bank is important, that addition shall be deemed as dash and the check shall be considered to be crossed specially to that bank. Special crossing. അതായത് സ്പെഷ്യൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഒരു ജനറൽ ക്രോസിംഗ് എന്താക്കി മാറ്റാം? സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാം. അപ്പൊ ജനറൽ ക്രോസിംഗിൽ അത് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു? ആൻഡ് കമ്പനി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ നമ്മൾ എന്താ എഴുതി? അതിന്റെ കൂടെ നമ്മൾ വേറൊരു ബാങ്കിന്റെ പേരും കൂടി എന്ത് ചെയ്യണം? എഴുതി ചേർക്കണം. ആ സന്ദർഭത്തിൽ അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ ഈ ലൈനിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ആൻഡ് കമ്പനി എന്ന് എഴുതിയാലും ഏതിനാണ് ഇമ്പോർട്ടൻസ്? ഈ ലൈനിനായിരുന്നു ഇമ്പോർട്ടൻസ്. ഇനി ഒരു ജനറൽ ക്രോസിംഗിനെ ഒരു ഹോൾഡർ ഏതെങ്കിലും ഒരു ഹോൾഡർ എന്താക്കി മാറ്റാണ്? സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാണ്. അവിടെ എന്താ എഴുതി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി. ഓക്കെ, SBI എന്ന് എഴുതി ചേർത്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി ചേർത്തു. ഇപ്പൊ ഇത് എന്ത് ചെക്കായി മാറി? ഒരു ജനറൽ ക്രോസിംഗുള്ള ചെക്ക് സ്പെഷ്യൽ ക്രോസിംഗുള്ള ചെക്കായി മാറി.
ഈ സന്ദർഭത്തില് ഇവിടെ ഈ ആൻഡ് കമ്പനി എന്നുള്ള വേർഡിനല്ല പ്രസക്തി, ഈ ലൈനിനുമല്ല പ്രസക്തി. ഏതിനാണ് പ്രസക്തി? ഈ SBI എന്നുള്ള ഈ ലെറ്റേഴ്സിനാണ് പ്രസക്തി, അതായത് ബാങ്കിന്റെ പേരിനാണ് പ്രസക്തി. ഓക്കെ, അതാണ് ഈ പറഞ്ഞു വന്നത്. വേറെ ചെക്ക് ബിയേഴ്സ് അക്രോസ് ഇറ്റ്സ് ഫേസ് നെയിം ഓഫ് ദ ബാങ്ക് ഐദർ വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ. അതായത് വേറെ ചെക്ക് ബിയേഴ്സ് അക്രോസ് ഇറ്റ്സ് ഫേസ്, ചെക്കിന്റെ ഫേസിൽ എന്തുണ്ട്? നെയിം ഓഫ് ദ ബാങ്ക് ഉണ്ട്, ഒരു ബാങ്കിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഐദർ വിത്ത് ഓർ വിത്തൗട്ട് ദ വേർഡ് ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരുന്നോട്ടെ. നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡോ അല്ലെങ്കിൽ ആൻഡ് കമ്പനി എന്നുള്ള വേർഡോ എന്തോ ഉണ്ടായിക്കോട്ടെ. ലൈൻ ആർ നോട്ട് ഇമ്പോർട്ടന്റ്. ആ സന്ദർഭത്തിൽ എന്തായി മാറി? ലൈനിന് ഇമ്പോർട്ടൻസ് ഇല്ല. ദ അഡീഷൻ ഓഫ് ദ നെയിം ഓഫ് ദ ബാങ്ക് ഈസ് ഇമ്പോർട്ടന്റ്. ആ ലൈന് കൂടാതെ എഴുതിയിരിക്കുന്ന ബാങ്കിന്റെ പേരിനാണ് ഇമ്പോർട്ടന്റ്. ദാറ്റ് അഡീഷൻ ഷാൽ ബി ഡീംഡ് ആസ് സ്പെഷ്യൽ ക്രോസിംഗ്. ആ പറയുന്ന കാര്യത്തിന് എന്താ പറയാ? സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ചെക്ക് ഷാൽ ബി കൺസിഡർഡ് ടു ബി ക്രോസ്ഡ് സ്പെഷ്യലി. അങ്ങനെ ചെക്കിന് എന്ത് പറയുന്നു? സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നു ടു ദാറ്റ് ബാങ്കർ. അതായത് ഏത് ബാങ്കിന്, നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്, ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ക്രോസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ആ ചെക്ക് എഴുതിയിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ചെക്കിനെ എന്താ പറയാ? സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റുമ്പോ ജനറൽ ക്രോസിംഗിന്റെ സമയത്ത് ഈ രണ്ട് ലൈനിനായിരുന്നു ഇമ്പോർട്ടന്റ് എങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗിന്റെ സമയത്ത് ബാങ്കിന്റെ പേരിനാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്ത നോക്കൂ. ആസ് പെർ സെക്ഷൻ 126 ഓഫ് NI Act സ്പെഷ്യൽ ക്രോസിംഗ് ഇസ് ദ ഡയറക്ഷൻ ടു ആർക്ക് തന്നെയാണ്? അതും പേയിങ് ബാങ്കർക്കാണ്. അപ്പൊ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും ആർക്കുള്ള ഡയറക്ഷനാണ്? പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷനാണ്. ആർക്കുള്ളതാണ്? പൈസ കൊടുക്കുന്ന ബാങ്കിനുള്ള ഡയറക്ഷനാണ്. എന്ത് ഡയറക്ഷനാണ്? ഇപ്പോ ജനറൽ ക്രോസിംഗിലാണെങ്കിൽ ഒരിക്കലും ക്യാഷ് ആയിട്ട് കൗണ്ടറിലൂടെ കൊടുക്കരുത്. സ്പെഷ്യൽ ക്രോസിംഗിലാണെങ്കിൽ ഏത് ബാങ്കിന്റെ പേരാണോ ഈ ലൈനിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് ആ ബാങ്കിന് മാത്രമേ എന്ത് നടത്താൻ പാടൂ? പേയ്മെന്റ് നടത്താൻ പാടൂ. അപ്പോ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും ആർക്കുള്ള ഡയറക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആർക്കുള്ള ഡയറക്ഷൻ ആണ് പറയും? പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. ഒരുപാട് തവണ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ജനറൽ ക്രോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്രോസിംഗ് ഇസ് എ ഡയറക്ഷൻ ടു ഡാഷ്. ആർക്കുള്ള ഡയറക്ഷൻ ആണ്? ആർക്കുള്ള ഡയറക്ഷൻ ആണ്? അത് പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. ഓക്കെ, അടുത്ത് നോക്കൂ. ആസ് പെർ സെക്ഷൻ 126 ഓഫ് NI Act dash check shall be paid to that banker to whom it is crossed specially or to his agent for collection. അതിനെന്ത് പറയാ? സ്പെഷ്യൽ ക്രോസിംഗ് പറയാ. സെക്ഷൻ 126 പ്രകാരം 126 ഓഫ് NI Act സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് ഷാൽ ബി പെയ്ഡ് ടു ദാറ്റ് ബാങ്കർ. ഏത് ബാങ്കിന്റെ പേരിലാണോ എഴുതിയിരിക്കുന്നത് ആ ബാങ്കർക്ക് മാത്രം കൊടുക്കൂ. ടു ഹും ഇറ്റ് ഈസ് ക്രോസ്ഡ് സ്പെഷ്യലി. ആർക്കാണോ സ്പെഷ്യലി ക്രോസ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് മാത്രമേ കൊടുക്കൂ. ഓർ ടു ഹിസ് ഏജന്റ്. ഈ ഏജന്റ് വരുന്ന സമയത്താണ് അവിടെ എന്ത് വരുന്നത്? ഒരു ഡബിൾ ക്രോസിംഗ് ഉള്ള ഒരു പ്രോസസ് വരുന്നത്. അത് ഞാൻ ഡബിൾ ക്രോസിംഗ് എത്തുമ്പോൾ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്? ടു ഹിസ് ഏജന്റ് വന്നിരിക്കുന്നത്. അപ്പോ സ്പെഷ്യലി ക്രോസ് ചെയ്ത ചെക്കിനെ ആ ബാങ്കിന് മാത്രമേ കൊടുക്കുന്നില്ല, അയാളുടെ ഏജന്റും ആ ബാങ്കിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന മറ്റൊരു ബാങ്കിന് കൊടുക്കും. ആ പ്രവർത്തിയാണ് എന്താ പറയാ? ഡബിൾ ക്രോസിംഗ് എന്ന് പറയാം. അത് നമ്മൾ ആ ഡബിൾ ക്രോസിംഗിന്റെ അവിടെ എത്തുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആസ് പെർ സെക്ഷൻ 126 ഓഫ് NI Act സെക്ഷൻ 126 പ്രകാരം നമ്മൾ പറഞ്ഞിട്ടായിരുന്നു 123 ജനറൽ ക്രോസിംഗും 124 എന്തിനെ കുറിച്ച് പറഞ്ഞു? സ്പെഷ്യൽ ക്രോസിംഗിനെ കുറിച്ച് പറഞ്ഞു. 126 സ്പെഷ്യൽ ക്രോസ് ചെക്ക് കൗണ്ടറിൽ കൂടെ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ കാര്യമാണെന്ത്? ആസ് പെർ സെക്ഷൻ 126 ഓഫ് NI Act 126 പ്രകാരം സ്പെഷ്യലി ക്രോസ് ചെക്ക് ഷാൽ ബി പെയ്ഡ് ടു ദാറ്റ് ബാങ്കർ. ഏത് ബാങ്കിന്റെ പേരാണോ എഴുതിയിരിക്കുന്നത് ആ ബാങ്കിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഹും ഇറ്റ് ഈസ് ക്രോസ്ഡ് സ്പെഷ്യലി. അതായത് നമ്മളിപ്പോ ചെക്ക് ക്രോസ് ചെയ്തിട്ട് അതിന്റെ ക്രോസിംഗിന്റെ ഉള്ളിലെ SBI എന്ന് എഴുതിയാൽ ആർക്ക് മാത്രമേ കൊടുക്കൂ? SBIക്കോ അല്ലെങ്കിൽ SBIയുടെ ഏജന്റിനോ കൊടുക്കാറുണ്ട്. അതാണ് ഓർ ടു ഹിസ് ഏജന്റ് ഫോർ കളക്ഷൻ. അതിനെന്ത് പറയാ? സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയാ. അതായത് സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് എന്ന് പറയാ. അപ്പൊ സ്പെഷ്യലി ക്രോസ്ഡ് ചെക്ക് ആർക്ക് മാത്രമേ പൈസ കൊടുക്കൂ ചോദിച്ചാൽ ആർക്ക് മാത്രമേ പൈസ കൊടുക്കൂ? ആ ഏത് ബാങ്കിന്റെ പേരാണോ ആ ക്രോസിംഗിനുള്ളിൽ എഴുതിയിരിക്കുന്നത് അയാൾക്ക് മാത്രമേ പൈസ കൊടുക്കൂ. അടുത്തത് dash is a direction to paying banker for paying to the bank whose name is there on the face of the check. സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പൊ സ്പെഷ്യൽ ക്രോസിംഗിൽ ആർക്ക് മാത്രം പൈസ കൊടുക്കുന്നു പറഞ്ഞു? വേറെ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഈ ക്രോസിംഗിന്റെ ഉള്ളിൽ ഏത് ബാങ്കിന്റെ പേരാണോ എഴുതിയിരിക്കുന്നത് ആ ബാങ്കിന് മാത്രമേ പൈസ കൊടുക്കാൻ പാടൂ എന്നുള്ളതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു. സ്പെഷ്യൽ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു പേയിങ് ബാങ്കർ. അവിടെ തന്നെയാണ് ഡയറക്ഷൻ. ആർക്കുള്ള ഡയറക്ഷൻ ആണ്? പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. എന്ത് ഡയറക്ഷൻ ആണ്? ഫോർ പേയിങ് ടു ദ ബാങ്ക് ഹൂസ് നെയിം ഈസ് ദർ ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്. ചെക്കിന്റെ ഫേസില് ഈ ലൈനിനുള്ളില് ഏത് ബാങ്കിന്റെ പേരാണോ എഴുതിയിരിക്കുന്നത് ആ ബാങ്കിന് മാത്രമേ പൈസ കൊടുക്കാൻ പാടൂ എന്നുള്ള പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ് എന്ത്? സ്പെഷ്യൽ ക്രോസിംഗ്. അപ്പൊ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും ആർക്കുള്ള ഡയറക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ആർക്കുള്ള ഡയറക്ഷൻ തന്നെയാണ്? ഈ പറഞ്ഞ പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ക്രോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്രോസിംഗ്. അല്ലെങ്കിൽ ജനറൽ ക്രോസിംഗ് ഇസ് എ ഡയറക്ഷൻ ടു ഡാഷ്. ആർക്കാണ്? പേയിങ് ബാങ്കർക്കാണ്. സ്പെഷ്യൽ ക്രോസിംഗ് ഇസ് എ ഡയറക്ഷൻ ടു ഡാഷ്. ആർക്കാണ്? പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. അപ്പൊ സെക്ഷൻ 126 ഈ പറഞ്ഞ ഡയറക്ഷനെ കുറിച്ച് മെൻഷൻ ചെയ്തത്. ഇനി ഡാഷ് വിത്ത് ദ നെയിം ഓഫ് ദ ബാങ്ക് ഈസ് കൺസിഡർഡ് ആസ് എ സ്പെഷ്യൽ ക്ലോസിംഗ്. ക്ലിയറിംഗ് സ്റ്റാമ്പ്, അതായത് ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയറിംഗ് സ്റ്റാമ്പ് വിത്ത് ദ നെയിം ഓഫ് ദ ബാങ്ക് ഈസ് കൺസിഡർഡ് ആസ് എ സ്പെഷ്യൽ ക്ലോസിംഗ്. ഇവിടെ
ക്ലിയറിംഗ് സ്റ്റാമ്പ് പതിച്ചിട്ടുണ്ട്. ഒരു ഡബിൾ ക്രോസിംഗിന്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. ഇത് ഡബിൾ ക്രോസിംഗ് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി വ്യക്തമാകും. ക്ലിയറിംഗ് സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കും? സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ട് കണക്കാക്കും. അതായത് ഒരു ചെക്ക്, ഒരു ബാങ്കിലെ ഒരു ചെക്ക് കളക്ഷൻ വരുമ്പോൾ അതിലെന്ത് ചെയ്തിട്ടുണ്ട്? മറ്റൊരു ബാങ്ക് ക്ലിയറിംഗ് സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കും? സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കായിട്ട് തന്നെ കണക്കാക്കും. അവിടെ ഡബിൾ ക്രോസിംഗ് ആണ്, അവിടെ എന്തെന്നെ കണക്കാക്കും? സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കായിട്ട് കണക്കാക്കും. അതായത് ക്ലിയറിംഗ് സ്റ്റാമ്പ് വിത്ത് ദ നെയിം ഓഫ് ദ ബാങ്ക്. ഒരു ക്ലിയറിംഗ് സ്റ്റാമ്പ് ഉണ്ട്, അതിൽ വരുന്നുണ്ട് ബാങ്കിന്റെ നെയിം ഉണ്ട്, കൺസിഡർഡ് ആസ് എ സ്പെഷ്യൽ ക്രോസിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കൂ. എ ചെക്ക് ക്രോസ്ഡ് ടു 2 or more branches of the same bank is crossed one bank only. അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ചെക്ക് ക്രോസ് ചെയ്യുമ്പോൾ 2 ബ്രാഞ്ചിന്റെ പേര് എഴുതുക. ക്രോസ് ചെയ്യുമ്പോൾ ചെയ്യാ 2 ബ്രാഞ്ചിന്റെ പേരാണ് അതിനുള്ളിൽ എഴുതുന്നതെങ്കിലും അതിനെ എന്തായിട്ട് കണക്കാക്കും? ക്രോസ്ഡ് ടു 1 bank only. ഒരു ബാങ്കിന്റെ 2 ബ്രാഞ്ചിന്റെ പേര് എഴുതാം, പക്ഷെ 2 വ്യത്യസ്ത ബാങ്കിന്റെ പേര് ആർക്കും എഴുതാൻ പറ്റില്ല. ഈ പറഞ്ഞ ഡ്രോവർക്കോ ഇനി ഹോൾഡർക്കോ എഴുതി ചേർക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ ക്രോസിംഗ് എന്താക്കി മാറ്റാം? സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാം. അപ്പൊ നമ്മളൊരു ചെക്ക് കിട്ടി, ഒരു ചെക്ക് കിട്ടി. ആ ചെക്കില് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ഡ്രോവർ തന്നെ വേറൊരു ക്രോസ് ചെയ്തിട്ട് ഇവിടെ കാനറ ബാങ്ക് എന്ന് എഴുതി. ഇങ്ങനെ എഴുതിയാൽ എന്ത് ചെയ്യില്ല? പൈസ കൊടുക്കുകയില്ല. ഇത് നിയമവിരുദ്ധമാണ്. ഇതിലെന്ത് ചെയ്യില്ല? പേയ്മെന്റ് നടത്തില്ല. പക്ഷേ ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഡബിൾ ക്രോസിംഗ് ആയി മാറി. അപ്പൊ ഡബിൾ ക്രോസിംഗ് ആർക്കേ ചെയ്യാൻ പറ്റും? മറ്റൊരു ബാങ്കിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഡ്രോവർക്കോ ഹോൾഡർക്കോ ഡബിൾ ക്രോസിംഗ് ചെയ്യാൻ കഴിയുകയില്ല. ഡബിൾ ക്രോസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയ ചെക്ക് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടു കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാർ അവിടെ എന്ത് ചെയ്യണം? കാനറ ബാങ്ക് എന്നുള്ള വേറൊരു ചെക്ക്, ഒരു ബാങ്കിന്റെ പേര് എഴുതുകയാണെങ്കിൽ അതെന്താണ്? അതാണ് ഡബിൾ ക്രോസിംഗ് പറയുന്നത്. ഇനി നമ്മള് ഡബിൾ ക്രോസിംഗ് എന്താണെന്ന് നോക്കാൻ പോകണം. അതായത് ഡബിൾ ക്രോസിംഗ് എന്താണെന്ന് നോക്കാൻ പോകണം. അപ്പൊ ഡബിൾ ക്രോസിംഗ് നോക്കണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പറയണം. എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അവിടുത്തെ ഒരു ചെക്ക് ഉണ്ട്. അപ്പോ ഫെഡറൽ ബാങ്കിന്റെ ചെക്കാണ് എന്റെ കയ്യിലുള്ളത്. ആ ഫെഡറൽ ബാങ്കിന്റെ ചെക്കിന് ഞാന് തമിഴ്നാട് ഉള്ള ഒരു സപ്ലയർക്ക് എന്ത് ചെയ്യണം? സ്പെഷ്യലി ക്രോസ് ചെയ്തിട്ട് കൊടുക്കണം. സ്പെഷ്യലി ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് എഴുതിയിട്ടുണ്ട്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ട്രാൻസാക്ഷൻ വെച്ചാൽ എന്റെ ഒരു ഫെഡറൽ ബാങ്കിന്റെ ചെക്ക് ഉണ്ട്. ഇതിലൊരു 50,000 രൂപയുടെ ചെക്കാണ്. ഈ 50,000 രൂപയുടെ ചെക്കിനെ ഞാൻ എന്ത് ചെയ്യണം? സ്പെഷ്യലി ക്രോസ് ചെയ്തു. എന്ത് എഴുതിയിട്ട്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് എഴുതിയിട്ട് ആർക്ക് കൊടുത്തു? തമിഴ്നാടുള്ള ഈ സപ്ലയർക്ക് കൊടുത്തു. ഇനി ഈ സപ്ലയർക്ക് ഏത് അക്കൗണ്ട് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ? ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള അക്കൗണ്ട് മുഖാന്തരം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോ ഈ സപ്ലയർ ഇതിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തു, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. എന്റെ അക്കൗണ്ട് ഉള്ളത് പാലക്കാടാണ്. എന്റെ അക്കൗണ്ട് ഉള്ളത് എവിടെയാണ്? പാലക്കാട് ഫെഡറൽ ബാങ്കിലാണ് എന്റെ അക്കൗണ്ട് ഉള്ളത്. ഈ തമിഴ്നാട്ടിലുള്ള സപ്ലയർക്ക് കൊടുക്കുന്നു. തമിഴ്നാട്ടിലെ സപ്ലയർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അതിൽ എഴുതി കൊടുത്തത് എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴി എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ചെക്ക് മാറ്റിയെടുക്കണം പറഞ്ഞിട്ട് സ്പെഷ്യലി ക്രോസ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പൊ ഈ സപ്ലയർക്ക് ഏത് മുഖാന്തരം മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ? സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുഖാന്തരം മാത്രമേ ഇനി മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പൊ ഈ സപ്ലയർ ഇതിനെ എവിടെ കൊണ്ടുപോയി കൊടുത്തു? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. ഇനി സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ത് ചെയ്യണം? ഈ പാലക്കാടുള്ള ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും ഈ പറഞ്ഞ പൈസ കളക്ട് ചെയ്തിട്ട് ഈ സപ്ലയറുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? പൈസ ഇട്ട് കൊടുക്കണം, ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അതായത് ഈ സപ്ലയർക്കാണ് കാശ് കിട്ടാനുള്ളത്. ഈ സപ്ലയർ എന്ത് ചെയ്തു? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഈ ഫെഡറൽ ബാങ്കിന്റെ എന്റെ ചെക്കിനെ കൊണ്ടുപോയി കൊടുത്തു. ചെക്കിനെ കൊണ്ടുപോയി കൊടുത്തപ്പോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ത് ചെയ്യണം? ഈ പാലക്കാടുള്ള ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്നും ഈ പൈസ 50,000 രൂപ കളക്ട് ചെയ്തിട്ട് ആരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം? ഈ സപ്ലയറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മളൊരു ചെക്ക് കൊണ്ട് ബാങ്ക് കൊണ്ട് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ സപ്ലയറുടെ അക്കൗണ്ടിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കളക്ഷൻ അയക്കാൻ നോക്കുമ്പോഴാണ് എന്തുണ്ട്? ഫെഡറൽ ഈ പറഞ്ഞ പാലക്കാട് എന്തില്ല? ഈ പറഞ്ഞ സ്ഥലത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എന്തില്ല? ബ്രാഞ്ച് ഇല്ല. അതായത് പാലക്കാട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എന്തില്ല? ബ്രാഞ്ച് ഇല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ബ്രാഞ്ച് ഉള്ള ഒരു ബാങ്കിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ? ആ ബാങ്ക് മുഖാന്തരം വേണം എന്ത് ചെയ്യാൻ? കളക്ട് ചെയ്തെടുക്കാൻ. അപ്പൊ അവര് എഴുതുകയാണ്, ഇവിടെ വേറൊരു സൗത്ത് ഇന്ത്യൻ ബാങ്കുകാർ എഴുതുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ട് ഈ ചെക്കിനെ എവിടെ കൊണ്ടു കൊടുത്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തു. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കുകാർ ഇതിനെ എവിടെ ഏൽപ്പിച്ചു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഏൽപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എവിടെ ബ്രാഞ്ച് ഉണ്ട്? പാലക്കാട് ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? പാലക്കാട് ബ്രാഞ്ച് കൊടുത്തിട്ട് ഈ ഫെഡറൽ ബാങ്കിലുള്ള പൈസ കളക്ട് ചെയ്ത് ആർക്ക് കൊടുക്കുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാർ ആരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു? ഈ സപ്ലയറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഈ കളക്ടിങ് നമ്മൾ പറഞ്ഞ ഈ കളക്ടിങ് ബാങ്കർക്ക് സ്പെസിഫൈഡ് സ്ഥലത്ത് ബ്രാഞ്ച് ഇല്ലാത്ത സന്ദർഭത്തില് ബ്രാഞ്ച് ഉള്ള മറ്റൊരു ബാങ്കിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? സ്പെഷ്യലി വീണ്ടും ഒരിക്കൽ കൂടി ക്രോസ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്യുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണെന്ത്? ഡബിൾ ക്രോസിംഗ്. അപ്പൊ ഡബിൾ ക്രോസിംഗ് ആർക്കേ ചെയ്യാൻ പറ്റൂ? ഈ കളക്ടിങ് ബാങ്കർക്കേ ചെയ്യാൻ പറ്റൂ. ആർക്കേ ചെയ്യാൻ പറ്റൂ? കളക്ടിങ് ബാങ്കർക്കേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഞാൻ തന്നെ ഒരു സ്ഥലത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എഴുതി വേറൊരു സ്ഥലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എഴുതിയാൽ അതെന്തായി മാറി? അത് ഓട്ടോമാറ്റിക് ആയിട്ട്
ചെക്ക് ഇൻവാലിഡ് ആയി മാറി. അപ്പൊ ഈ പറഞ്ഞ ഡ്രോവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡബിൾ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഡ്രോവർക്ക് ഡബിൾ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് മാത്രമേ ഡബിൾ ക്രോസ് ചെയ്യാൻ പറ്റൂ, ഈ കളക്ടിംഗ് ബാങ്കർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുമോ, ഡബിൾ ക്രോസിംഗ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ആർക്ക് മാത്രമേ ഡബിൾ ക്രോസ് ചെയ്യാൻ പറ്റൂ, ഈ കളക്ടിംഗ് ബാങ്കർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഡബിൾ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഡ്രോവർക്കോ എനി ഹോൾഡർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡബിൾ ക്രോസിംഗ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പ്രവർത്തിയാണെന്ന് പറയാ ഡബിൾ ക്രോസിംഗ് പറയാ. അതായത് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ ഒരു ചെക്ക് സ്പെഷ്യൽ ക്ലോസ് ചെയ്തു, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എഴുതി സ്പെഷ്യൽ ക്ലോസ് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ ഒരു സപ്ലയർ കൊടുത്തു. തമിഴ്നാട്ടിലെ സപ്ലയർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊടുക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കളക്ഷൻ ചെയ്യാൻ നോക്കുമ്പോൾ പാലക്കാട് എന്തില്ല, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ബ്രാഞ്ച് ഇല്ല. അപ്പൊ ഒരു ബ്രാഞ്ചുള്ള മറ്റൊരു ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, പറഞ്ഞാൽ വീണ്ടും ക്രോസ് ചെയ്തു. ഈ ബ്രാഞ്ചില് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ത് ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി എന്ത് ചെയ്തു, കളക്ഷൻ നടത്തിയിട്ട് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പൈസ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊടുക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഈ സപ്ലയറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ബ്രാഞ്ച് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരു കളക്ടിംഗ് ബാങ്ക് മറ്റൊരു ബാങ്കിന്റെ പേരിൽ ക്രോസ് ചെയ്യുന്നതിനെ എന്ത് പറയാ, ഡബിൾ ക്രോസിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പ്രോസസ്സിനെ എന്ത് പറയാ, ഡബിൾ ക്രോസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ചെക്ക് ക്രോസ് 2 or more ബ്രാഞ്ചസ് ഓഫ് ദ സെയിം ബാങ്ക്. ഇനിയിപ്പോ ചെക്കിൽ ഒരേ ബാങ്കിന്റെ 2 ബ്രാഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്യാം, എഴുതാം. പക്ഷെ അതിന് എന്തായിട്ട് കണക്കാക്കൂ, 1 ബാങ്ക് ആയിട്ട് കണക്കാക്കൂ. ഇനി എ സ്പെഷ്യൽ ക്രോസിംഗ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ ജനറൽ ക്രോസിംഗ് ഓൺലി അണ്ടർ ദ സിഗ്നേച്ചർ ഓഫ് ദ ഡ്രാഷ്. അതായത് ഒരു സ്പെഷ്യൽ ക്രോസിംഗ് ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കാൻ എനി ഹോൾഡർക്ക് പറ്റും പറഞ്ഞു. അതായത് ഒരു ജനറൽ ക്രോസിംഗിനെ ഒരു ബാങ്കിന്റെ പേര് എഴുതി സ്പെഷ്യൽ ക്രോസിംഗ് ആക്കാൻ എനി ഹോൾഡർക്ക് പറ്റും. പക്ഷെ ഒരു സ്പെഷ്യൽ ക്രോസിംഗിനെ ജനറൽ ക്രോസിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സ്പെഷ്യൽ ക്രോസിംഗ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ ജനറൽ ക്രോസിംഗ് ഓൺലി അണ്ടർ ദ സിഗ്നേച്ചർ ഓഫ് ആരെ, ഡ്രോവറുടെ സിഗ്നേച്ചറോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സ്പെഷ്യൽ ക്രോസിംഗുള്ള ചെക്കിനെ എന്താക്കി മാറ്റാൻ പറ്റൂ, ജനറൽ ക്രോസിംഗ് ആക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. പക്ഷേ ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാൻ ആർക്ക് പറ്റും, എനി ഹോൾഡർക്ക് പറ്റും, ഡ്രോവർക്ക് പറ്റും. ഡ്രോവർക്കോ എനി ഹോൾഡർക്കോ ജനറൽ ക്രോസിംഗിനെ, അതായത് ചെക്കിന്റെ പേര് എഴുതിയതില് ഒരു ബ്ലാങ്ക് ആണ്, ഇവിടെ ഒരു ബാങ്കിന്റെ പേര് എഴുതി ചേർക്കാൻ ആർക്കും പറ്റും. ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി തന്നതിനെ ക്യാൻസൽ ചെയ്തിട്ട് അതിനെ ഒരു ജനറൽ ക്രോസിംഗ് ആക്കി മാറ്റാൻ ആർക്ക് പറ്റും, മാത്രമേ പറ്റൂ, ദ ഡ്രോവർ. എൽസ് ദിസ് അമൗണ്ട്സ് ടു മെറ്റീരിയൽ ആൾട്രേഷൻ. അതല്ലാതെ ഡ്രോവർ അല്ലാതെ മറ്റൊരാൾ ഈ പ്രവൃത്തി ചെയ്താൽ അതെന്തായി മാറി, മെറ്റീരിയൽ ആൾട്രേഷൻ ആയി മാറി. ചെക്കിന്റെ എന്ത് ചെയ്തു, ഘടനയ്ക്ക് എന്നെ ബാധിക്കുന്ന മെറ്റീരിയൽ ആൾട്രേഷൻ ആയി മാറി. അപ്പൊ അതാണ് പറയുന്നത്, എ സ്പെഷ്യൽ ക്രോസിംഗ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ ജനറൽ ക്രോസിംഗ് ഓൺലി അണ്ടർ ദ സിഗ്നേച്ചർ ഓഫ്, ആർക്ക് മാത്രമേ പറ്റൂ, ഡ്രോവർക്ക് മാത്രമേ പറ്റൂ എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൽസ് ദിസ് എമൗണ്ട് ടു, അല്ലെങ്കിൽ ദ മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ എൽസ് ദിസ് എമൗണ്ട്സ് ടു മെറ്റീരിയൽ ആൾട്രേഷൻ. അതല്ലാതെ മറ്റൊരു ആളാണ് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ അതെന്തായി മാറി, മെറ്റീരിയൽ ആൾട്രേഷൻ ഉദാഹരണമായി. പക്ഷെ നമ്മളെ കൊണ്ട് ചോദിക്കണ ഒരു ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാൻ ആർക്ക് പറ്റും ചോദിച്ചാൽ എനി ഹോൾഡർ ഓർ ഡ്രോവർ. ഡ്രോവർക്കോ ഹോൾഡർക്കോ ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാം. ഇനി ആർക്കൊക്കെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ എനി ഹോൾഡർക്ക് ചെയ്യാം, ഡ്രോവർക്ക് ചെയ്യാം, കളക്ടിംഗ് ബാങ്ക് ചെയ്യാം. ആ 3 പേർക്കും ക്രോസ് ചെയ്യാനും പറ്റും. പക്ഷേ ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാൻ ആർക്ക് പറ്റും, എനി ഹോൾഡർക്ക് പറ്റുമെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗിനെ ജനറൽ ക്രോസിംഗ് ആക്കി മാറ്റാൻ ആർക്ക് മാത്രമേ പറ്റൂ, അത് ഡ്രോവർക്ക് മാത്രമേ പറ്റൂ. ഇനി ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ്, അതായത് ഒരു ക്രോസ് ചെയ്ത ചെക്കിന് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്തിട്ട് ഓപ്പൺ ചെക്കാക്കി മാറ്റുകയാണ്, ബെയറർ ചെക്കാക്കി മാറ്റുകയാണെങ്കിൽ അതിനും ആർക്കേ പറ്റൂ, അതിനും ഡ്രോവർക്കേ പറ്റൂ. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിനെ കുറിച്ചിട്ടാണ്. നോക്കൂ, ആസ് പെർ സെക്ഷൻ 130 ഓഫ് NA ആക്ട്, എ പേഴ്സൺ ടേക്കിംഗ് എ ചെക്ക് ക്രോസ്ഡ് ജനറലി bearing the words not negotiable shall not have and not be capable of being a better title to the check that which the person from whom he took it had. അതായത് ആസ് പെർ സെക്ഷൻ 130 ഓഫ് NA ആക്ട്, നമ്മൾ പറഞ്ഞിട്ടായിരുന്നു NA ആക്ടിലെ സെക്ഷൻ 123 മുതൽ 130 വരെയാണ് എന്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്, ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അതിൽ 123 ജനറൽ ക്രോസിംഗിനെ കുറിച്ചിട്ടും 124 സ്പെഷ്യൽ ക്രോസിംഗിനെ കുറിച്ചിട്ടുമായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 130 ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം, അക്കൗണ്ട് വേയി ക്രോസിംഗിനെ കുറിച്ചിട്ട് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോ ഏത് ക്രോസിംഗിനെ കുറിച്ചിട്ടാണ് NA ആക്ടിൽ മെൻഷൻ ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ ഏത് ക്രോസിംഗ് ആണ്, അത് അക്കൗണ്ട് വേയി ക്രോസിംഗ് ആണ്. അപ്പൊ അതിന് സെക്ഷൻ ഇല്ല. അപ്പൊ ജനറൽ ക്രോസിംഗ് 123 ആണ്, സ്പെഷ്യൽ ക്രോസിംഗ് 124 ആണ്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എത്രയാണ്, 130 ആണ്. അക്കൗണ്ട് പേയി ക്രോസിംഗിനെ കുറിച്ചിട്ട് NA ആക്ടിൽ എവിടെ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടുമില്ല. ബൈ പ്രാക്ടീസിലാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് പേയി ക്രോസിംഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ആസ് പെർ സെക്ഷൻ 130 ഓഫ് NA ആക്ട്, എ പേഴ്സൺ ടേക്കിംഗ് എ ചെക്ക് ക്രോസ്ഡ് ജനറലി ബിയറിംഗ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ. അപ്പൊ ഒരാൾക്ക് എന്ത് കിട്ടുകയാണ്, നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയ അതെന്ത് ക്രോസിംഗ് ആണ്, ജനറൽ ക്രോസിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 ലൈനിനിടയിൽ ബാങ്കിന്റെ പേരല്ലാതെ മറ്റെന്ത് എഴുതിയാലും അതെന്താണ്, ജനറൽ ക്രോസിംഗ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ത് തന്നെയാണ്, ജനറൽ ക്രോസിംഗ് ആണ്. അപ്പൊ ജനറലി ക്രോസ് ചെയ്ത നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള ഒരു ചെക്ക് കിട്ടിയാൽ ഷാൽ നോട്ട് ഹാവ് ആൻഡ് നോട്ട് ബി കേപ്പബിൾ ഓഫ് ഗിവിംഗ് എ ബെറ്റർ ടൈറ്റിൽ ടു ദ ചെക്ക് ദാറ്റ് വിച്ച് ദ പേഴ്സൺ ഫ്രം ഹൂം ഹി ടുക്ക് ഇറ്റ് ഹാഡ്. അതുകൊണ്ട് എന്താണ്,
ഈ ചെക്കിനെ ഒരാൾക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയത് കൊണ്ട് അതിന്റെ ട്രാൻസ്ഫറബിലിറ്റിക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്നുള്ള ഒരാൾക്ക് എന്ത് കിട്ടി? നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയ ജനറലി ക്ലോസ്ഡ് ആയ ഒരു ചെക്ക് കിട്ടി. അത് ബിക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ബിക്ക് കൊടുക്കാൻ കഴിയും. യാതൊരു പ്രോബ്ലം ഇല്ല. ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ എന്നാണ്. എന്താണ്? ട്രാൻസ്ഫറബിൾ ആണ്. നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ. ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഈ നോട്ട് നെഗോഷ്യബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബെറ്റർ ടൈറ്റിൽ കൊടുക്കാൻ കഴിയുകയില്ല. ഈ ബെറ്റർ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ചെക്കിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് എന്തെല്ലാം ഡിഫക്റ്റുകൾ ഉണ്ടോ ആ ഡിഫക്റ്റ് ഒക്കെ ആർക്കും ബാധിക്കും? കൈമാറി കിട്ടുന്ന ആൾക്കും ബാധിക്കും. നോക്കിയോളൂ. ഇപ്പൊ എ ബിക്ക് കൊടുക്കാം. നോട്ട് നെഗോഷ്യബിൾ ചെക്കാണ്. എന്ത് ചെയ്യും? നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള എഴുതിയ ചെക്കാണ്. അതിനെ എ ആർക്ക് കൊടുക്കുന്നു? ബിക്ക് കൊടുക്കുന്നു. അപ്പോ എക്കുള്ളതിനേക്കാൾ കൂടുതലായ ഒരു അധികാരം ആർക്കില്ല? ബിക്കില്ല. അപ്പൊ സാധാരണഗതിയിലെ ചെക്കിന്റെ അധികാരത്തിലെ എ ബിക്ക് ഒരു ചെക്ക് കൊടുത്തിട്ട് ബിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ആർക്കെതിരെ കേസ് കൊടുക്കാം? എക്കെതിരെ കേസ് കൊടുക്കാം. എക്കുള്ളതിനേക്കാൾ ബെറ്റർ അധികാരമാണ് ആർക്കുള്ളത്? ബിക്കുള്ളത്. കാരണം ബിക്ക് കിട്ടാനുള്ള ന്യായമായ കാശിന് പകരമായിട്ട് കിട്ടിയതാണ് എന്ത്? ചെക്ക്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഫ്രോഡ് കാണിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കാതിരുന്നാൽ ആർക്ക് തന്നെയാണ് സംരക്ഷണം കിട്ടുന്നത്? ബിക്ക് തന്നെയാണ് സംരക്ഷണം കിട്ടുന്നത്, അല്ലെ? അതായത് നമ്മൾ ഒരാൾക്ക് സാധനം കൊടുത്തു, അയാൾ തിരിച്ച് ചെക്ക് തരുവാണ്. എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ ചെക്ക് വാങ്ങുന്നത്? ഈ ചെക്ക് ഭാവിയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആർക്കെതിരെ? ഈ പറഞ്ഞ തന്ന ആൾക്കെതിരെ കേസിന് പോകാം എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ചെക്ക് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ചെക്ക് സ്വീകരിക്കില്ല. അപ്പോ സാധാരണഗതിയിലെ ചെക്കിൽ ആർക്കാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ? ഈ കൈമാറി കിട്ടുന്ന ട്രാൻസ്ഫറിക്കാണ് എന്ത്? കൂടുതൽ പ്രൊട്ടക്ഷൻ. ട്രാൻസ്ഫറേക്കാളിലും, അതായത് കൈമാറി കൊടുക്കുന്ന ആളെക്കാളും കൂടുതൽ അധികാരം ആർക്കാണ്? ട്രാൻസ്ഫറിക്കാണ്. പക്ഷെ ഈ നോട്ട് നെഗോഷ്യബിൾ ചെക്കിന്റെ കാര്യത്തിൽ എ ബിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ബിക്ക് എന്തില്ല? എയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു അധികാരം കിട്ടുകയില്ല. അതാണ് ബെറ്റർ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ എ എന്ന് പറഞ്ഞ ആൾക്ക് ഈ നോട്ട് നെഗോഷ്യബിൾ ചെക്ക് കിട്ടിയത് എവിടുന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഡ് എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യണം? എക്ക് കൊടുക്കണം. സെഡ് എന്ന് പറഞ്ഞ ഒരാള് എക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എ ബിക്ക് കൊടുത്ത ചെക്കിനെ കൊടുക്കണം. അപ്പോ ഈ സെഡ് കൊടുത്ത ചെക്കാണ് എ ആർക്ക് കൊടുക്കുന്നത്? ബിക്ക് കൊടുക്കുന്നത്. ഈ സെഡ് ആക്ച്വലി ഇതിനെന്ത് ചെയ്യണം? മോഷ്ടിച്ചെടുത്ത ഒരു ചെക്കായിരുന്നു. സെഡ് എന്ത് ചെയ്താണ്? ആക്ച്വലി ഒരു മോഷ്ടിച്ചെടുത്ത ചെക്കാണ് ആർക്ക് കൊടുത്തത്? സെഡ് എക്ക് ഒരു 50,000 രൂപ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ എക്ക് എന്ത് ചെയ്യണം? ഒരു 50,000 രൂപയുടെ ചെക്ക് മറ്റൊരാളിൽ നിന്ന് മോഷ്ടിച്ചിട്ട് ആർക്ക് കൊടുക്കണേ? എക്ക് കൊടുക്കണം. എ ബിക്ക് 50,000 രൂപ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ ബി എന്ത് ചെയ്യണം? അതേപോലെ എയുടെ നിന്ന് ആ ചെക്ക് വാങ്ങണം. എ എന്ത് ചെയ്യണം? ബിക്ക് ആ ചെക്ക് കൊടുക്കുകയാണ്. എ എന്ത് ചെയ്യണം? ആ 50,000 രൂപയുടെ സെഡിന്റെ കയ്യിൽ നിന്ന് 50,000 രൂപയുടെ ചെക്കിന് എന്ത് ചെയ്യണം? ബിക്ക് കൊടുക്കുകയാണ്. പക്ഷെ അത് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിന്റെ ചെക്കാണെങ്കിൽ ഇനിയിപ്പോ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് അറിയണത് ഈ പറഞ്ഞ സെഡ് എന്ന് പറഞ്ഞ ആളെന്ത് ചെയ്യണം? മോഷ്ടിച്ച ചെക്കാണ്. പക്ഷെ അത് ആക്ച്വലി എന്താണ്? നോട്ട് നെഗോഷ്യബിൾ ചെക്കായിരുന്നു എന്നുള്ള അറിയുന്നത്. അപ്പൊ ഒരിക്കലും ബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്കെതിരെയോ സെഡിനെതിരെയോ കേസ് കൊടുക്കാൻ കഴിയില്ല. കാരണം വാങ്ങുമ്പോ ഇയാൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നത് നോട്ട് നെഗോഷ്യബിൾ ചെക്കാണ്. അതില് ഈ പറഞ്ഞ എക്കോ അല്ലെങ്കിൽ സെഡിനോ ഉണ്ടാകുന്ന എല്ലാവിധ ഡിഫക്റ്റുകളും ആരെയും ബാധിക്കും? ബിയെയും ബാധിക്കും. അതാണ് ഈ ബെറ്റർ ടൈറ്റിൽ കൈമാറാൻ കഴിയില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്കല്ല, ഒരു സാധാരണ ക്ലോസ്ഡ് ചെക്ക് ആയിരുന്നുവെങ്കിൽ, അവരുടെ അക്കൗണ്ട് പേ ക്ലോസ്ഡ് ചെക്ക് ആയിരുന്നുവെങ്കിൽ ബിക്ക് സ്വാഭാവികമായും ആർക്കെതിരെ കേസ് കൊടുക്കാം? എക്കെതിരെ കേസ് കൊടുക്കാം. കാരണം ബിക്ക് കിട്ടാനുള്ള ആക്ച്വൽ എമൗണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ കേസ് കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ബി വാങ്ങിയിരിക്കുന്നത് ഒരു നോട്ട് നെഗോഷ്യബിൾ ചെക്കാണ്. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ആർക്കുള്ള വാണിംഗ് ആണ്? ഈ ട്രാൻസ്ഫർക്ക് അല്ലെങ്കിൽ റിസീവർക്ക് അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനുള്ള വാണിംഗ് ആണ്. ഓക്കെ, എന്താണ്? വാണിംഗ് ആണ്. അപ്പൊ ബിക്കുള്ള വാണിംഗ് ആയിരുന്നു നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ്. എയുടെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങുമ്പോ അതിൽ എക്ക് വല്ല ഡിഫക്റ്റും ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് ആരെയും കൂടി ബാധിക്കും? ബിയെയും കൂടി ബാധിക്കും എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള വാണിംഗ് ആയിരുന്നു എന്താ? ഈ നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള വേർഡ്. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഈസ് എ വാണിംഗ് ടു എന്ന് ചോദിച്ചാൽ ആർക്ക് എഴുതാം? ഒന്നുകിൽ ജനറൽ പബ്ലിക് എഴുതാം, അല്ലെങ്കിൽ ഹോൾഡറിന് എഴുതാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന എഴുതാം, അല്ലെങ്കിൽ റിസീവറിന് എഴുതാം. ഓക്കെ, അപ്പൊ റിസീവറെ, ട്രാൻസ്ഫർ, ജനറൽ പബ്ലിക് അല്ലെങ്കിൽ ഹോൾഡർക്കുള്ള വാണിംഗ് ആണെന്ത്? ഈ നോട്ട് നെഗോഷ്യബിൾ എന്നുള്ളത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ആ ചെക്ക് കൈമാറുന്ന ആൾക്ക് അയാൾക്കുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള അധികാരം ആർക്ക് കൈമാറാൻ പറ്റില്ല? കൈമാറി കൊടുക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് ബെറ്റർ ടൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ കേസിൽ കൈമാറാൻ പറ്റില്ല. അതാണ് ആസ് പെർ സെക്ഷൻ 130 ഓഫ് NA Act. എ പേഴ്സൺ ടേക്കിംഗ് എ ചെക്ക് ക്രോസ്ഡ് ജനറലി ബെയറിംഗ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ shall not have and not be capable of giving a better title to the check that which the person from whom he took it had. അതാണ് ബെറ്റർ ടൈറ്റിൽ ടു ദ ചെക്ക് ദാറ്റ്. അതായത് ബെറ്റർ ടൈറ്റിൽ ഒരിക്കലും കൈമാറാൻ പറ്റില്ല. എങ്ങനെ? വിച്ച് പേഴ്സൺ ഫ്രം ഹും ഹി ടുക്ക് ഇറ്റ്. ഇപ്പൊ നമ്മൾ സെഡ്
സെഡിന്റെ കയ്യിൽ നിന്നാണ് എക്ക് കിട്ടിയത്. അപ്പൊ സെഡിന് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള അധികാരം ആയിരിക്കില്ല എക്കില്ല. എതിന് ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. അപ്പൊ ബിക്ക് ആയിരിക്കില്ല എക്കും സെഡിനും ഉള്ളതിനേക്കാൾ കൂടുതലുള്ള അധികാരമില്ല. അതാണ് പറയുന്നത് വിച്ച് ദ പേഴ്സൺ ഫ്രം ഹൂം ഹി ടുക്ക് ഇറ്റ് ഹാഡ്. ആരുടെ കയ്യിൽ നിന്നാണോ മേടിച്ചത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കൈമാറി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ട്രാൻസ്ഫറബിൾ ആണോ ചോദിച്ചാൽ ട്രാൻസ്ഫറബിൾ ആണ്. പക്ഷെ എന്ത് കൈമാറാൻ പറ്റില്ല? ബെറ്റർ ടൈറ്റിൽ, സ്പെഷ്യൽ പ്രിവിലേജ് ആയ ബെറ്റർ ടൈറ്റിൽ കൈമാറാൻ കഴിയുകയില്ല. അതാണ് ഈ നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ബെറ്റർ ടൈറ്റിൽ കൈമാറി കൊടുക്കാൻ കഴിയില്ല എന്നാണ്. ഓക്കെ, അടുത്ത നോക്കും. നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ചെക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൽ പ്രശ്നമില്ല. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫറബിൾ. ഇൻ ദ കേസ് ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്ക് ട്രാൻസ്ഫറി ഡസ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ. ആർക്കാണ് ബെറ്റർ ടൈറ്റിൽ കിട്ടാത്തത്? ഈ കൈമാറി കിട്ടുന്ന ആൾക്ക്. നമ്മൾ എ ബിയുടെ കാര്യം പറയുമ്പോൾ എയും ബി ഡിയും കാര്യം പറയുമ്പോൾ ആർക്കും ബെറ്റർ ടൈറ്റിൽ ഇല്ല, ബിക്ക് ബെറ്റർ ടൈറ്റിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബി ആണ് എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. വാങ്ങുമ്പോ ബിക്കുള്ള വാണിംഗ് ആണ്. ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, എക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ആരും കൂടി ബാധിക്കും, ബിയെ കൂടി ബാധിക്കും എന്നുള്ള ഒരു വാണിംഗ് ആണ് എന്തിനു കൊടുക്കുന്നത്? ഈ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് കൊടുക്കുന്നത്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്ക് ട്രാൻസ്ഫറി ഡസ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ, സ്പെഷ്യൽ പ്രിവിലേജ് ഫോർ ഹോൾഡർ ഇൻ ഡി കോഴ്സ്. അപ്പൊ നമ്മളിവിടെ ഹോൾഡർ ഇൻ ഡി കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോൾഡർ ഇൻ ഡി കോഴ്സിന്റെ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കണം. എന്താണ് ഹോൾഡർ ഇൻ ഡി കോഴ്സ് എന്നും എപ്പോഴാണ് അയാൾ ഹോൾഡർ ഇൻ ഡി കോഴ്സ് ആകുന്നത് നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൺസിഡറേഷൻ വേണ്ടി കൊടുക്കണം. ഫ്രീ കിട്ടിയ ചെക്കിന്റെ ഉടമസ്ഥൻ ഒരിക്കലും എന്താവില്ല? ഹോൾഡർ ഇൻ ഡി കോഴ്സ് ആവില്ല. അയാൾ എപ്പോഴും ഹോൾഡറേ ആവുകയുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആ ഹോൾഡർ ഇൻ ഡി കോഴ്സിന്റെ വീഡിയോ കണ്ട് കൃത്യമായിട്ട് പഠിക്കണം. കാരണം അതിപ്പോ പറയാൻ അതന്നെ ഉണ്ട് എന്ത് ഒരു അരമണിക്കൂർ പറയേണ്ട മാറ്റർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഹോൾഡർ ഇൻ ഡി കോഴ്സിന്റെ വീഡിയോ കണ്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് പഠിക്കാൻ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് ഹോൾഡർ ഇൻ ഡി കോഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? കിട്ടുകയില്ല. ഹോൾഡർ ഇൻ ഡി കോഴ്സ് ആവില്ല. എന്ത് മാത്രമാവും? ഹോൾഡർ മാത്രമേ ആവൂ. ഹോൾഡർ ഇൻ ഡി കോഴ്സ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇൻ ദ കേസ് ഓഫ് നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്ക് ട്രാൻസ്ഫറി ഡസ് നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ, സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് ഹോൾഡർ ഇൻ ഡി കോഴ്സ് ഈസ് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് എന്ത് കിട്ടില്ല? സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് ഹോൾഡർ ഇൻ ഡി കോഴ്സ് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്പെഷ്യൽ ഹോൾഡർ ഇൻ ഡി കോഴ്സിന് എന്നുള്ള അധികാരം ആർക്കും കിട്ടില്ല? ഈ കൈമാറി കിട്ടുന്ന ട്രാൻസ്ഫർക്ക് കിട്ടുകയില്ല. അടുത്ത് നോക്കൂ. ആസ് പെർ പ്രിവെയിലിംഗ് പ്രാക്ടീസ് ദ വേർഡ്സ് ഡാഷ് അപ്പിയറിംഗ് വിത്തൌട്ട് പാരലൽ ലൈൻസ് വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ക്രോസിംഗ്. അല്ലെ, ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് വിത്തൌട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ക്രോസിംഗ് ഒരുമിച്ചിട്ടാണ്. എന്താണെന്നാണ് കേട്ടോ. അതിന്റെ ആൻസർ എന്താണ്? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നാണ്. എന്താണ് ആൻസർ? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നാണ് ആൻസർ. എന്താണ്? ആസ് പെർ പ്രിവെയിലിംഗ് പ്രാക്ടീസ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് അപ്പിയറിംഗ് വിത്തൌട്ട് പാരലൽ ലൈൻസ് വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ക്രോസിംഗ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ്? ലൈൻസിനാണ് ഇമ്പോർട്ടൻസ്, ഉള്ളിലുള്ള വേർഡിനല്ല. വെറും വേർഡ് മാത്രം എഴുതി കൊടുത്താൽ പാൻ കമ്പനി എന്ന് മാത്രം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പേയ്മെന്റ് നടത്താതെ ഡ്രോവറുടെ മാൻഡേറ്റ് കൃത്യമായിട്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതൊരു ജനറൽ ക്രോസിംഗ് ആണ്. അത് ലൈൻ ഇല്ലാതെ ഒരു ചെക്കിന്റെ ക്രോസിംഗിന്റെ ഭാഗത്ത് നോട്ട് നെഗോഷ്യബിൾ എന്ന് മാത്രം എഴുതി ലൈൻ ഇല്ലാതെ കൊടുത്താലും പ്രിവെയിലിംഗ് പ്രാക്ടീസ് പ്രകാരം, നിലവിലുള്ള പ്രാക്ടീസ് പ്രകാരം എന്ത് ചെയ്യും? അതിനെ ഒരു ക്ലോസ്ഡ് ചെക്കായിട്ട് കണക്കാക്കും. അല്ലാതെ ഇല്ല, തിരിച്ചു കൊടുക്കില്ല എന്നർത്ഥം. അപ്പോ ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിന്റെ കാര്യത്തിൽ മാത്രം ജനറൽ ക്രോസിംഗിന് എന്ത് ഇമ്പോർട്ടൻസ് ഇല്ല? ലൈൻ ഇല്ലെങ്കിലും അതിനെ എന്തായിട്ട് കണക്കാക്കും? ക്രോസിംഗ് ആയിട്ട് കണക്കാക്കും. അത് നിയമത്തിൽ പറയുന്നതല്ല, ആസ് പെർ പ്രിവെയിലിംഗ് പ്രാക്ടീസ് ആണ്. നിലവിലുള്ള സ്ഥിതി പ്രകാരം, അതായത് നിലവിൽ അനുവർത്തിച്ചു പോരുന്ന നിയമം, അതായത് നിലവിൽ ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പ്രകാരം, അതാണ് പ്രിവെയിലിംഗ് പ്രാക്ടീസ് പ്രകാരം നോട്ട് നെഗോഷ്യബിൾ ക്ലോസിനെ എന്ത് ചെയ്യും? ലൈൻ ഇല്ലെങ്കിലും അവിടെ എന്തായിട്ട് കണക്കാക്കും? ക്രോസിംഗ് ആയിട്ട് കണക്കാക്കും. അതാണ് ആസ് പെർ പ്രിവെയിലിംഗ് പ്രാക്ടീസ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് അപ്പിയറിംഗ് വിത്തൌട്ട് പാരലൽ ലൈൻസ് വുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ക്രോസിംഗ് ആൻഡ് സച്ച് ചെക്ക് വുഡ് ബി പെയ്ഡ് ആസ് ക്ലോസ്ഡ് ചെക്ക് ഓൺലി. അതാണ് പറയുന്നത്. എന്താണ്? നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്കിന്റെ കാര്യത്തില് ലൈൻ ഇല്ലെങ്കിലും അവിടെ എന്തായിട്ട് കണക്കാക്കും? ചെക്ക് ക്രോസ്ഡ് ചെക്കായിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ട് പേ ക്രോസിംഗിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്കിനെ കുറിച്ച് എവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ആസ് പെർ സെക്ഷൻ 130 ജനറൽ ക്ലോസിംഗിനെ കുറിച്ചിട്ട് സെക്ഷൻ 123 സ്പെഷ്യൽ ക്ലോസിംഗിനെ കുറിച്ചിട്ട് 124 നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗിനെ കുറിച്ചിട്ട് എത്രയാണ്? സെക്ഷൻ 130 മെൻഷൻ ചെയ്തത്. പക്ഷേ ഈ അക്കൗണ്ട് പേ ക്ലോസിംഗിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യില്ല? NA ആക്ട് എവിടെയും മെൻഷൻ ചെയ്തില്ല. അതാണ് NA ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ അക്കൗണ്ട് പേ ക്രോസിംഗ്. അപ്പൊ അക്കൗണ്ട് പേ ക്രോസിംഗ് നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. NA ആക്ടിൽ എവിടെ എന്ത് ചെയ്തില്ല? അക്കൗണ്ട് പേ ക്രോസിംഗിനെ കുറിച്ച് മാത്രം മെൻഷൻ ചെയ്തില്ല. പക്ഷെ
നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിനെ കുറിച്ചിട്ടും ജനറൽ ക്രോസിംഗിനെ കുറിച്ചിട്ടും സ്പെഷ്യൽ ക്രോസിംഗിനെ കുറിച്ചിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി NA ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ, വേറൊരു കാര്യത്തെ കുറിച്ചും കൂടി NA ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് മെറ്റീരിയൽ ആൾട്ടറേഷനെ കുറിച്ചിട്ട്. ഈ രണ്ട് കാര്യങ്ങളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ എന്ത് ചെയ്തില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. NA ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ മെറ്റീരിയൽ ആൾട്ടറേഷൻ ആൻഡ് NA ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ അക്കൗണ്ട് പേയി ക്രോസിംഗ്. അക്കൗണ്ട് പേയി ക്രോസിംഗിനെ കുറിച്ചിട്ടും മെറ്റീരിയൽ ആൾട്ടറേഷനെ കുറിച്ചിട്ടും എവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, NA ആക്ടിലെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി എന്താണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് നോക്കാൻ പോകണം. അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ബെറ്റർ ടൈറ്റിൽ കൈമാറാൻ കഴിയുകയില്ല. അതായത് നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതലുള്ള അധികാരം ആർക്ക് കൊടുക്കാൻ പറ്റില്ല, ട്രാൻസ്ഫർക്ക് കൈമാറി കൊടുക്കാൻ പറ്റില്ല. സാധാരണഗതിയില് ചെക്ക് കൊടുക്കുന്ന ആളെക്കാൾ കൂടുതൽ അധികാരം ചെക്ക് അത് കൈമാറി കിട്ടുന്ന ആൾക്കാണ്. പക്ഷെ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗിന്റെ കാര്യത്തിൽ ആ നിയമം ബാധകമല്ല. ബെറ്റർ ടൈറ്റിൽ ഒരിക്കലും കൈമാറാൻ പറ്റില്ല എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. നോട്ട് നെഗോഷ്യബിൾ ക്ലോസ്ഡ് ചെക്ക് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. നോക്കൂ, ഈ അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ആർക്ക് തന്നെയാണ്, കളക്ടിംഗ് ബാങ്കർക്കാണ്. അപ്പോ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും പേയിങ് ബാങ്കർക്കുള്ള നിർദ്ദേശമായിരുന്നുവെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും ആർക്കുള്ള ഡയറക്ഷൻ ആയിരുന്നു, പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആയിരുന്നു. എന്തിനുള്ള ഡയറക്ഷൻ ആയിരുന്നു, ജനറൽ ക്രോസിംഗിലെ കൗണ്ടറിലൂടെ പൈസ കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമായിരുന്നു. ആർക്ക്, പേയിങ് ബാങ്കർ കൊടുത്തത്. സ്പെഷ്യൽ ക്രോസിംഗില് ഏത് ബാങ്കിന്റെ പേരാണോ ആ ലൈനിനുള്ളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ബാങ്കിന് മാത്രമേ പൈസ കൊടുക്കാൻ പാടൂ എന്നുള്ള നിർദ്ദേശമാണ് ഏതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്പെഷ്യൽ ക്രോസിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ട് പേയി ക്രോസിംഗില് പക്ഷെ പേയിങ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആർക്കാണ്, കളക്ടിംഗ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. എന്താണ്, അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ദ കളക്ടിംഗ് ബാങ്കർ ദാറ്റ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി കളക്ടഡ് ഓൺലി ഫോർ ദ നെയിംഡ് പേയി. ആരുടെ പേരിലാണോ ആ ചെക്ക് ഉള്ളത് അയാളുടെ പേരിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ, കളക്ട് ചെയ്യാൻ പാടൂ. ഒരു തേർഡ് പേഴ്സന്റെ അക്കൗണ്ടിൽ കളക്ട് ചെയ്യാൻ പാടില്ല എന്ന് ആർക്കുള്ള നിർദ്ദേശമാണ്, കളക്ടിംഗ് ബാങ്കർക്കുള്ള നിർദ്ദേശമാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും പേയിങ് ബാങ്കർക്കുള്ള നിർദ്ദേശമാണെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗും അക്കൗണ്ട് പേയി ക്രോസിംഗും ആർക്കുള്ള നിർദ്ദേശമാണ്, കളക്ടിംഗ് ബാങ്കർക്കുള്ള നിർദ്ദേശമാണ്. അപ്പൊ അക്കൗണ്ട് പേയി ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു കളക്ടിംഗ് ബാങ്ക്. ആർക്കാണ്, കളക്ടിംഗ് ബാങ്ക്. എന്താണ് നിർദ്ദേശം, ദാറ്റ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി കളക്ടഡ് ഓൺലി ഫോർ ദ നെയിംഡ് പേയി. ആരുടെ പേരിലാണോ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉള്ളത് അയാളുടെ പേരിൽ മാത്രമേ ആ എമൗണ്ട് കളക്ട് ചെയ്യാൻ പാടൂ എന്നുള്ള കളക്ടിംഗ് ബാങ്കർക്കുള്ള നിർദ്ദേശമാണത് അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്ക്. ഓക്കെ, അപ്പൊ അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് നെഗോഷ്യബിൾ ആണ്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് കൈമാറി കൊടുക്കാൻ കഴിയില്ല. ആർക്ക് വേണ്ടി മാത്രമേ കളക്ടിംഗ് ബാങ്ക് കളക്ഷൻ നടത്തുകയുള്ളൂ, അത് ഈ അക്കൗണ്ട്, അതായത് നെയിം ഓഫ് പേ ആരുടെ പേരിലാണോ ആ ചെക്ക് ഉള്ളത് അയാൾക്ക് വേണ്ടി മാത്രമേ ഈ കളക്ടിംഗ് ബാങ്ക് കളക്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നോട്ട് നെഗോഷ്യബിൾ ആണ്, എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് എൻഡോഴ്സ്മെന്റ് പറഞ്ഞത് അർത്ഥം ചെക്കിന്റെ ബാക്കിൽ ഒപ്പിട്ടിട്ട് ബാക്കിൽ എൻഡോസ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനാണ് എന്താ പറയുക, എൻഡോസ്മെന്റ് എന്ന് പറയുക. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യാനുള്ള മാർഗമാണ് എൻഡോസ്മെന്റ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എൻഡോസ് ചെയ്യാൻ കഴിയുകയില്ല ഏത് ചെക്ക്, അക്കൗണ്ട് പേയി ചെക്ക്. അക്കൗണ്ട് പേയി ചെക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഡോസ്മെന്റിന് വിധേയമല്ല. ഓക്കെ, അപ്പൊ അക്കൗണ്ട് പേയി ചെക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഡോസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഈ എൻഡോസ്മെന്റ് പറഞ്ഞാൽ എന്താണ്, സിംപ്ലി സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഫോർ ട്രാൻസ്ഫറിംഗ് എ ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ബാക്കിൽ സിമ്പിൾ ആയിട്ട് സൈൻ ചെയ്യുന്നതിനാണ് പറയാം എൻഡോസ്മെന്റ് പറയാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അങ്ങനെ എൻഡോഴ്സ്മെന്റ് ചെയ്യാൻ കഴിയാത്ത 3 ഇൻസ്ട്രുമെന്റുകളാണുള്ളത്. അതിലൊന്നാണത് അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്ക്. വേറെ 2 ഉണ്ട്, അത് എൻഡോഴ്സ്മെന്റ് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചുതരാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒന്ന് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഉള്ള സാധനം, പിന്നെ നെഗോഷിയേഷൻ ബാക്ക് ടു ഡ്രോവർ. അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇനി എൻഡോഴ്സ് ചെയ്യാൻ പറ്റാത്ത 2 ഇൻസ്ട്രുമെന്റുകൾ കൂടിയുണ്ട്. അതായത് മൊത്തം 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. 3 ടൈപ്പുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ചെയ്യാത്തത്, എൻഡോഴ്സ് ചെയ്യാൻ കഴിയാത്തത്. ഒന്ന് ഈ പറഞ്ഞ അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്കാണ്, വേറൊന്ന് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഉള്ളതാണ്, മറ്റൊന്ന് നെഗോഷിയേഷൻ ബാക്ക് ടു ഡ്രോവർ. അത് രണ്ടും നമ്മൾ എൻഡോഴ്സ്മെന്റ് പഠിക്കുമ്പോൾ പഠിക്കാം. ഈ അക്കൗണ്ട് പേയി ക്രോസിംഗിന് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ ഏതൊക്കെ ഇൻസ്ട്രുമെന്റുകളാണ് അതായത് എൻഡോഴ്സ്മെന്റ് നടത്താൻ കഴിയാത്തത്, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ഒന്ന് അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്കാണ്, രണ്ടാമത്തെ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഉള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നെഗോഷിയേഷൻ ബാക്ക് ടു ഡ്രോവർ അത് നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ. 2 എൻഡോഴ്സ്മെന്റ് പഠിക്കുമ്പോൾ പഠിക്കാം. അപ്പൊ ഈ 3 ഐറ്റംസ് മാത്രമാണ് എന്ത് ചെയ്യാത്തത്, എൻഡോഴ്സ്മെന്റ് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയാത്ത ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്താലും എന്ത് ചെയ്യില്ല, കളക്ടിംഗ് ബാങ്ക് ആ പറഞ്ഞ പേയ്ക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, കളക്ട് ചെയ്യുകയില്ല. RBIയുടെ കൃത്യമായ ഡയറക്ഷൻ അങ്ങനെ കളക്ട് ചെയ്യാൻ പാടുകയില്ല. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ട് പേയി ക്രോസ്ഡ് ചെക്ക് ദ കളക്ടിംഗ് ബാങ്ക് ഫെയിൽസ് ടു ടേക്ക് പ്രിക്കോഷൻ ഇറ്റ് ലോസസ് ദ ഡാഷ്. അതായത് കളക്ടിംഗ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണെന്ത്, അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ അക്കൗണ്ട് പേയി ക്രോസിംഗ് ആർക്കുള്ള ഡയറക്ഷൻ ആണ്, കളക്ടിംഗ് ബാങ്കർക്കുള്ള ഡയറക്ഷൻ ആണ്. അത്
വീഴ്ച വരുത്തുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ തേർഡ് പേഴ്സണിന് വേണ്ടി കളക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കളക്ടീവ് ബാങ്കർക്കുള്ള എന്ത് കിട്ടും, എന്ത് നഷ്ടപ്പെടും, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും. അതായത് ബാങ്ക് അറിയാതെ പേയ്മെന്റ് നടത്തിയാലും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള റൈറ്റ് ഒക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ ആർക്ക് നഷ്ടപ്പെടും, കളക്ടീവ് ബാങ്കിന് നഷ്ടപ്പെടും. എപ്പോ ഇത് ആർക്ക് വേണ്ടി കളക്ട് ചെയ്താൽ, ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി കളക്ട് ചെയ്താൽ. അതാണ് ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ട് പേയിങ് ക്രോസ്ഡ് ചെക്ക് ദ കളക്ടീവ് ബാങ്ക് ഫെയിൽസ് ടു ടേക്ക് പ്രിക്കോഷൻസ് ഇറ്റ് ലോസസ് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ. അടുത്ത് നോക്കൂ, RBI റെസ്ട്രിക്ട് ദ ക്രെഡിറ്റ് ഓഫ് അക്കൗണ്ട് പേയിങ് ചെക്ക് ടു അക്കൗണ്ട് ഓഫ് തേർഡ് പാർട്ടീസ്. അതായത് RBI റെസ്ട്രിക്ട് ദ ക്രെഡിറ്റ് ഓഫ് അക്കൗണ്ട് പേയിങ് ക്രോസ്ഡ് ചെക്ക് ടു ദ അക്കൗണ്ട് ഓഫ് തേർഡ് പാർട്ടീസ്. മൂന്നാമതൊരാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനെ ആര് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്, RBI റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് RBI റെസ്ട്രിക്ട് ദ ക്രെഡിറ്റ് ഓഫ് അക്കൗണ്ട് പേയിങ് ചെക്ക് ടു അക്കൗണ്ട് ഓഫ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അക്കൗണ്ട് പേയിങ് ചെക്ക് കളക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുകയില്ല എന്ന് ആര് നിർദ്ദേശിച്ചിട്ടുണ്ട്, RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ കളക്ടീവ് ബാങ്കുകളുടെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടും. ഓക്കെ, ഇനി ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ് ആൾസോ നോൺ ആസ് എന്താ പറയാ, ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്നാണ് പറയാ. ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. ഇനി ക്രോസിംഗ് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ ആരാണ്, ഡ്രോവർ ഓൺലി. നമ്മൾ പറഞ്ഞു ക്രോസിംഗ് ക്യാൻ ബി ഡൺ ബൈ, ആർക്ക് ക്രോസ് ചെയ്യാം, ഡ്രോവർക്ക് ചെയ്യാം. സെക്ഷൻ 125 ഓഫ് NA ആക്ട് പ്രകാരം ഡ്രോവർക്ക് ചെയ്യാം, ഇനി ഹോൾഡർക്ക് ചെയ്യാം. ഹോൾഡർക്ക് ഒന്നും കൂടി ആക്കാം, ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കാം. പക്ഷേ സ്പെഷ്യൽ ക്രോസിംഗിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറൽ ക്രോസിംഗ് ആക്കാൻ പറ്റില്ല. പക്ഷെ ക്രോസ് ചെയ്യാം, ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കാം. പിന്നെ വേറൊരു ബാങ്കിൽ ചെയ്യാം, ഇത് ബാങ്കർക്ക്. അതായത് ഡബിൾ ക്രോസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ ക്രോസ് ചെയ്യുമ്പോൾ മറ്റൊരു ബാങ്കിന് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. അപ്പൊ ഈ 3 പാർട്ടീസിനാണ് സെക്ഷൻ 125 ഓഫ് NA ആക്ട് പ്രകാരം ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ചെക്ക് ആർക്കൊക്കെ ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഡ്രോവർക്ക് ക്രോസ് ചെയ്യാം, ഹോൾഡർക്ക് ക്രോസ് ചെയ്യാം, പിന്നെ വേറെ ആർക്കാണ്, അതായത് ഒരു കളക്ടീവ് ബാങ്കർക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ക്രോസിംഗ് ഓഫ് ചെക്ക് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ ഡ്രോവർ ഓൺലി. ക്രോസ് ചെയ്യുന്ന ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാമെങ്കിലും ക്യാൻസലേഷൻ ആർക്ക് മാത്രമേ പറ്റൂ, ഡ്രോവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പൊ ക്രോസിംഗ് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ ദ ഡ്രോവർ ഓൺലി ബൈ ആഡിംഗ് ദ വേർഡ്സ് ക്രോസിംഗ് ക്യാൻസൽഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പേ ക്യാഷ് എന്ന് എഴുതാം, ഓർ പ്ലീസ് പേ ക്യാഷ് ആൻഡ് പ്രോപ്പർലി ഒതന്റിക്കേറ്റിംഗ് ദ സെയിം. അപ്പൊ ക്രോസിംഗ് ആർക്കാണ് ക്യാൻസൽ ചെയ്യാ പറഞ്ഞത്, ഡ്രോവർക്കാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക, ഈ പറഞ്ഞ വേർഡുകൾ എഴുതാം. ക്രോസിംഗ് ക്യാൻസൽഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പേ ക്യാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പ്ലീസ് പേ ക്യാഷ് ആൻഡ് പ്രോപ്പർലി ഒതന്റിക്കേറ്റിംഗ്. അതിന് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അത് കഴിഞ്ഞ് സൈൻ ചെയ്യും വേണം. അപ്പൊ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, ഡ്രോവർക്ക് മാത്രമേ ഉള്ളൂ. ഡ്രോവർ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുക, ക്രോസിംഗ് ക്യാൻസൽ എന്നതും അല്ലെങ്കിൽ പേ ക്യാഷ് എന്നതും അല്ലെങ്കിൽ പ്ലീസ് പേ ക്യാഷ് എഴുതിയിട്ട് എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യും. അപ്പോഴാണ് ഇനി എന്ത് പറയാ, ക്രോസിംഗ് ക്യാൻസൽ എന്ന് പറയാം. ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ പറഞ്ഞു, ഡ്രോവർക്ക് മാത്രമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ, ക്രോസിംഗ് ക്യാൻസൽ ചെയ്താൽ പൈസ ആർക്ക് മാത്രമേ കൊടുക്കൂ, ഈ പറഞ്ഞ ഡ്രോവർക്ക് മാത്രമേ കൊടുക്കൂ, അല്ലാതെ തേർഡ് പാർട്ടീസിന് കൊടുക്കൂല. ബാങ്കിന്റെ പ്രൊട്ടക്ഷൻ നോക്കിയിട്ട് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് അല്ലെങ്കിൽ ക്യാൻസലിംഗ് ഓഫ് ക്രോസിംഗ്, ക്രോസിംഗ് ക്യാൻസൽ ചെയ്യുന്നതിന് എന്താ പറയാ, ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് ആണ്. അങ്ങനെ ഓപ്പണിംഗ് ഓഫ് ക്രോസ് ചെയ്താൽ ആർക്ക് മാത്രമേ പൈസ കൊടുക്കൂ, ഈ പറഞ്ഞ ഡ്രോവർക്ക് മാത്രമേ കൊടുക്കൂ, അല്ലാതെ വേറൊരാൾ വന്ന് ചോദിച്ചാൽ എന്തില്ല, ബാങ്ക് കൊടുക്കാറില്ല. അതാണ് ദ ക്രോസിംഗ് ഓഫ് ചെക്ക് ക്യാൻസൽഡ് ബൈ ദ ഡ്രോവർ. ഡ്രോവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ക്രോസിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ആൻഡ് ദ പേയ്മെന്റ് ഓഫ് സച്ച് ചെക്ക് ഷുഡ് ബി പ്രിഫറബിളി ഗിവൺ ടു, ആർക്ക് മാത്രമേ കൊടുക്കൂ, ഡ്രോവർക്ക് മാത്രമേ പ്രിഫർ ചെയ്ത് കൊടുക്കുള്ളൂ. മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ എന്തില്ല, ബാങ്ക് കൊടുക്കാൻ വിമുഖത കാണിക്കും. കാരണം അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദ ക്രോസിംഗ് ഓഫ് ചെക്ക് ക്യാൻസൽഡ് ബൈ ദ ഡ്രോവർ, ഡ്രോവറാണ് ക്യാൻസൽ ചെയ്ത് വെച്ചാൽ ദ പേയ്മെന്റ് ഓഫ് സച്ച് ചെക്ക് ഷുഡ് ബി പ്രിഫറബിളി ഗിവൺ ടു, ആർക്ക് തന്നെ കൊടുക്കൂ, ഡ്രോവർക്ക് തന്നെ കൊടുക്കും, മറ്റൊരാൾക്ക് കൊടുക്കുകയില്ല. ഓക്കെ, അടുത്ത് നോക്കൂ, സമ്മറി, അതായത് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ക്രോസിംഗ്. നമ്മൾ ജസ്റ്റ് അതിന് എന്ത് ചെയ്യണം, ഒരു പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ആക്കിയിട്ട് പഠിക്കണം. ജനറൽ ക്രോസിംഗ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ രണ്ട് പാരലൽ ലൈൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ പഠിച്ചതെല്ലാം കൂടി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ ആയിട്ട് പഠിക്കണം. ജനറൽ ആയിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു ചെക്ക് ക്രോസിംഗ് ജനറൽ ആണെങ്കിൽ 2 പാരലൽ ലൈൻ ആണ് ഇമ്പോർട്ടന്റ്. അവിടെ വേർഡിനെല്ലാം ഇമ്പോർട്ടന്റ് ഏതാണ്, 2 പാരലൽ ലൈൻ ആണ്. ആര് കൊടുക്കുന്ന ഡയറക്ഷൻ ആണ്, ഡ്രോവർ കൊടുക്കുന്ന ഡയറക്ഷൻ ആണ് ആർക്ക്, പേയിങ് ബാങ്കർക്ക്. നമ്മൾ പറഞ്ഞു ജനറൽ ക്രോസിംഗിന്റെയും സ്പെഷ്യൽ ക്രോസിംഗിന്റെയും കാര്യത്തില് ഡ്രോവർ ആർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്, പേയിങ് ബാങ്കിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഇനി നോക്കൂ, സ്പെഷ്യൽ ക്രോസിംഗിന്റെ കാര്യത്തില് ഏതിലാണ്, ലൈനിനല്ല ഇമ്പോർട്ടൻസ്, നെയിം ഓഫ് ദ ബാങ്കിനാണ്. അവിടെ ആരുടെയാണ് ഡയറക്ഷൻ ഓഫ് ആരുടെയാണ്, ഡ്രോവറുടെ ഡയറക്ഷൻ. ആർക്കുള്ള ഡയറക്ഷൻ ആണ്, പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോ ഈ ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തിലും സ്പെഷ്യൽ ക്രോസിംഗിന്റെ കാര്യത്തിലും ആർക്കുള്ള ഡയറക്ഷൻ ആണ് ചോദിച്ചാൽ ആർക്കുള്ള ഡയറക്ഷൻ ആണ്, അത് പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. ആരാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്, അത് ഈ പറഞ്ഞ ഡ്രോവർ ആണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഇനി ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ 2 ലൈനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ നെയിം ഓഫ് ദ ബാങ്കിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ടേബിൾ ആയിട്ട് പഠിച്ചതാണ്. അടുത്ത് നോക്കൂ, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിന്റെയും അക്കൗണ്ട് പേയിങ് ക്രോസിംഗിന്റെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒരു സമ്മറി ആയിട്ട് പഠിക്കുന്നത് എന്താണ്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്
എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്? എൻഡോഴ്സ്മെന്റ് അലൗഡ് പറ്റില്ലേ? പറ്റും. മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നോട്ട് നെഗോഷ്യബിൾ ക്ലോസിൽ ചെക്കിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്ത് കൊടുക്കില്ല? ബെറ്റർ ടൈറ്റിൽ കൊടുക്കില്ല. അതാണ് പറയുന്നത് ഡിഫക്റ്റ് ഫ്രീ ടൈറ്റിൽ ഓട്ടോമാറ്റിക്കലി നോട്ട് അവൈലബിൾ കൊടുക്കില്ല. എന്താ? ബെറ്റർ ടൈറ്റിൽ. അപ്പൊ ഡിഫക്റ്റ് ഫ്രീ ടൈറ്റിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നോട്ട് നെഗോഷ്യബിൾ ചെക്കിൽ കൊടുക്കാൻ പറ്റുകയില്ല. മൂന്നാമത്തെ പേ യുവർ എൻഡോഴ്സി ക്യാൻ ബി ഓൺലി ഹോൾഡർ. ഒരിക്കലും എന്താവില്ല? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവുന്നില്ല. പേയോ അല്ലെങ്കിൽ ഈ കൈമാറി കിട്ടുന്ന ആളെ ഒരിക്കലും എന്താവുന്നില്ല? ഹോൾഡർ മാത്രമേ ആവുന്നുള്ളൂ, ഒരിക്കലും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന്റെ വീഡിയോ കൊണ്ട് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കാം കേട്ടോ. അയാൾക്ക് 100% പൈസ കിട്ടുമെന്നുള്ള ഉറപ്പോട് കൂടി ആ സാധനം കൈവശം വെക്കാൻ കഴിയുകയില്ല. അത് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിൽ ചെക്ക്. അപ്പൊ പേ യുവർ എൻഡോഴ്സി ക്യാൻ ബി ഓൺലി എന്താണ്? ഹോൾഡർ മാത്രമാണ്, ഒരിക്കലും എന്താവുന്നില്ല? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകുന്നില്ല. അപ്പോ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിൽ ചെക്കിന്റെ 3 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് എൻഡോഴ്സ്മെന്റ് അലൗഡ്, എൻഡോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റും, അതായത് ട്രാൻസ്ഫറബിൾ ആണ് നോട്ട് നെഗോഷ്യബിൾ ചെക്ക്. നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ട്രാൻസ്ഫറബിൾ ആണ്. എന്ത് കൊടുക്കില്ല? ഡിഫക്റ്റ് ഫ്രീ ടൈറ്റിൽ ഓട്ടോമാറ്റിക്കലി നോട്ട് അവൈലബിൾ, ഒരിക്കലും ബെറ്റർ ടൈറ്റിൽ കിട്ടുകയില്ല. അതേപോലെ തന്നെ എന്താണ്? പേ യുവർ എൻഡോഴ്സി ക്യാൻ ബി ഓൺലി ഹോൾഡർ. പേ അല്ലെങ്കിൽ എൻഡോഴ്സി എന്ത് മാത്രമാകുന്നുള്ളൂ? ഹോൾഡർ മാത്രമാകുന്നുള്ളൂ. അവിടെ അയാൾ എന്താവുന്നില്ല? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവുന്നില്ല. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആകാനുള്ള റൈറ്റ് ആയിരിക്കില്ല ഈ പറഞ്ഞ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കൈമാറി കിട്ടുന്ന ആൾക്കില്ല. ഓക്കെ, ഇനി ആർക്കുള്ള ഡയറക്ഷൻ ആണത്? ഇത് കളക്ടിംഗ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ക്ലോസിംഗും ജനറൽ ക്ലോസിംഗും പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണെങ്കിൽ ഇത് ആർക്കുള്ള ഡയറക്ഷൻ ആണ്? കളക്ടിംഗ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. അതോടൊപ്പം തന്നെ വാർണിംഗ് ടു, അങ്ങനെ ചോദ്യം എന്താണ്? വാർണിംഗ് ടു എന്നാണെങ്കിൽ, അതായത് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഈസ് എ വാർണിംഗ് ടു ആർക്കാണ്? ജനറൽ പബ്ലിക് എഴുതാം, അല്ലെങ്കിൽ ഹോൾഡർ എന്ന് എഴുതാം, അല്ലെങ്കിൽ റിസീവർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന് എഴുതാം. ഓക്കെ, അതായത് കൈമാറി കിട്ടുന്ന ആളെ വ്യത്യസ്ത പേരിൽ പറയണമെന്ന് തോന്നുന്നു. ജനറൽ പബ്ലിക്, അല്ലെങ്കിൽ ഹോൾഡർ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ റിസീവർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഈ പറഞ്ഞ ആൾക്കുള്ള വാർണിംഗ് ആണ്. അപ്പൊ ചോദ്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ ചോദ്യം നോക്കിയിട്ട് വേണ്ടത് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു എന്ന് എഴുതിയാൽ എന്ത് എഴുതണം? കളക്ടിംഗ് ബാങ്ക് എന്ന് എഴുതണം. നമ്മുടെ പരീക്ഷയ്ക്ക് രണ്ടും ചോദിച്ചിട്ടുണ്ട്. നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഈസ് എ വാർണിംഗ് ടു എന്ന് എഴുതിയാൽ എന്ത് എഴുതണം? ജനറൽ പബ്ലിക് ഓർ ഹോൾഡർ എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ജനറൽ പബ്ലിക്, ഡയറക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ, വാർണിംഗ് ടു ജനറൽ പബ്ലിക് ഓർ ഹോൾഡർ ഓർ റിസീവർ ഓർ ട്രാൻസ്ഫറി എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. എത്രയാണ്? NA ആക്ട് സെക്ഷൻ 130 ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. NA ആക്ട് സെക്ഷൻ 130 നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബെറ്റർ ടൈറ്റ് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ട്രാൻസ്ഫറബിൾ ആണ്. അതാണ് എൻഡോഴ്സ്മെന്റ് അലൗഡ്. എൻഡോഴ്സ് ചെയ്യാൻ പറ്റും. നോട്ട് നെഗോഷ്യബിൾ ചെക്കിന് എന്ത് ചെയ്യാൻ പറ്റും? എൻഡോഴ്സ്മെന്റ് ചെയ്യാൻ പറ്റും. എൻഡോഴ്സ്മെന്റ് ചെക്ക് ചെയ്യാൻ കഴിയാത്ത 3 ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അക്കൗണ്ട് പേയി ക്ലോസ് ചെക്ക്, 2 റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് പറഞ്ഞ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന സാധനം, 3 നെഗോഷിയേഷൻ ബാക്ക് ടു ഡ്രോവർ. ഈ 3 ഒഴികെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫറബിൾ ആണ്, പക്ഷെ എന്ത് കിട്ടില്ല? ഈ നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗിന്റെ കാര്യത്തിൽ ബെറ്റർ ടൈറ്റിൽ അവൈലബിൾ അല്ല. മൂന്നാമത്തെ പേ യുവർ എൻഡോഴ്സി ക്യാൻ ബി ഓൺലി ഹോൾഡർ, ഒരിക്കലും എന്താവുന്നില്ല? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആവുന്നില്ല. ഡയറക്ഷൻ ടു കളക്ടിംഗ് ബാങ്ക് ആണെങ്കിൽ വാർണിംഗ് ടു ജനറൽ പബ്ലിക് ഓർ ഹോൾഡർ ഓർ ട്രാൻസ്ഫറി ഓർ റിസീവർ. ഓക്കെ, ഇനി അക്കൗണ്ട് പേയി അല്ലെങ്കിൽ പേയീസ് അക്കൗണ്ട് കേട്ടോ. ഇനിയിപ്പോ പേയീസ് അക്കൗണ്ട് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത്. അക്കൗണ്ട് പേയി ചെക്കിന്റെ വേറൊരു പേരാണ് പേയീസ് അക്കൗണ്ട് ചെക്ക് എന്ന് പറയാം. പേയീസ് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് പേയി. അവിടെ എന്തില്ല? എൻഡോഴ്സ്മെന്റ് തന്നെ അനുവദിക്കില്ല. എൻഡോഴ്സ്മെന്റ് അനുവദിക്കാത്ത 3 ഇൻസ്ട്രുമെന്റുകളിൽ ഒന്നാണെന്ത്? ഈ പറഞ്ഞ അക്കൗണ്ട് പേയി ചെക്ക്. പിന്നെ പേയീസ് ഈസ് ഡീംഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. പേയി എന്താണ്? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ്. അവിടെ ഒരിക്കലും ഹോൾഡർ അല്ല, എന്താണ്? ഹോൾഡർ ഇൻ കോഴ്സ്. അയാൾക്ക് 100% പൈസ കിട്ടുമെന്നുള്ള ഉറപ്പില് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് കൈവശം വയ്ക്കാം. അതിനെന്ത് പറയാ? പേ ഈസ് ഡീംഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അത് മാർക്കുള്ള ഡയറക്ഷൻ തന്നെയാണ്, കളക്ടിംഗ് ബാങ്കിനുള്ള നിർദ്ദേശം തന്നെയാണ്. അപ്പൊ പേയീസ് അക്കൗണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് പേയി ചെക്കിന്റെ പ്രത്യേകത പറഞ്ഞാൽ നോൺ എൻഡോഴ്സ്മെന്റ്. അവിടെ എൻഡോഴ്സ്മെന്റ് അനുവദിക്കില്ല. പേ ഈസ് ഡീംഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അവിടെ പേ എന്തായിട്ട് മാത്രം കണക്കാക്കൂ? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയിട്ട് കണക്കാക്കൂ. അത് ആർക്കുള്ള ഡയറക്ഷൻ ആണ്? കളക്ടിംഗ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. അടുത്ത് നോക്കൂ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അക്കൗണ്ട് പേയി ചെക്കുമായി ബന്ധപ്പെട്ടും നോട്ട് നെഗോഷ്യബിളുമായി ബന്ധപ്പെട്ടും നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതും. നിർബന്ധമായിട്ട് വീഡിയോസ് വൃത്തിയായി കണ്ടു ചെയ്യണം, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ചെക്ക് ഈസ് ഡാഷ് ടു എൻഷുർ ദാറ്റ് ഇറ്റ്സ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ടു ദ റൈറ്റ് പേയി. അപ്പൊ ക്രോസിംഗ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? എ ചെക്ക് ഈസ് ക്രോസിംഗ് ടു എൻഷുർ ദാറ്റ് ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ടു റൈറ്റ് പേയി. യഥാർത്ഥ ആൾക്ക് തന്നെയാണോ കാശ് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ത്? ഈ പറഞ്ഞ ക്ലോസിംഗ്. റൈറ്റ് പേയെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ ഈ പറഞ്ഞ ആൾക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മള് ഒരു ചെക്കിനെ പോസ്റ്റൽ കവറിലിട്ട് അയക്കുകയാണ്.
വഴിയിൽ പോസ്റ്റ്മാൻ കണ്ടിട്ട് അത് ചെക്കാണെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലോസ്ഡ് ചെക്കാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതായത് ഓർഡർ ചെക്കാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. അവിടെ വേറെ ചെക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അത് കളഞ്ഞു കിട്ടുന്ന ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബാങ്കിൽ കൊണ്ട് മാറ്റിയെടുക്കാം. അപ്പൊ ഈ ക്രോസ് ചെയ്തിട്ട് അതിനെ ഓർഡർ ചെക്ക് ആക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്, റൈറ്റ് പേയെ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരിക്കലും എന്തിനും പറ്റില്ല, കൗണ്ടറിൽ കൂടെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റില്ല, ഒരു അക്കൗണ്ട് മുഖാന്തരം മാറ്റിയെടുക്കാൻ പറ്റും. ബൈ ചാൻസ് ആർക്കെങ്കിലും കളഞ്ഞു കിട്ടിയിട്ട് ഒരു അക്കൗണ്ട് മുഖാന്തരം ഫോർജറി മുഖാന്തരം നടത്തി അക്കൗണ്ട് മുഖാന്തരം മാറ്റിയെടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ആളെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് റൈറ്റ് പേ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രോസിംഗ് നടത്തുന്നത്. ഇനി ക്രോസിംഗ് ഓഫ് ദ ചെക്ക് ക്യാൻ ബി ഡൺ ബൈ ആരാണ്, എനി ഹോൾഡർ. നമ്മൾ പറഞ്ഞു സെക്ഷൻ 125 ഓഫ് എൻ എ ആക്കി പറഞ്ഞു, എനി ഹോൾഡർക്ക് ചെയ്യാം, ഡ്രോവർക്ക് ചെയ്യാം, ഒരു ബാങ്കിന് ചെയ്യാം. ഇത്രയും ആൾക്കാർക്കാണ് എന്ത് ചെയ്യാം, ബാങ്കർക്ക് ചെയ്യാം. ഇത്രയും ആൾക്കാർക്കാണ് ഒരു ചെക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്രോസിംഗ് നടത്താൻ പറ്റുക. സാധാരണ നമ്മുടെ ചോയ്സിൽ ഹോൾഡർ ഉണ്ടാവും. ഇനി ഡ്രോവറും ബാങ്കറും തന്നാൽ എന്താണ്, ആൾ ഓഫ് ദ എബോവ് എന്നാണ് ചോയ്സ്. ഓക്കെ, അപ്പൊ ക്രോസിംഗ് ഓഫ് എ ചെക്ക് ക്യാൻ ബി ഡൺ ബൈ എനി ഹോൾഡർ, ഡ്രോവർ ആൻഡ് എ ബാങ്കർ. ബാങ്കർ എപ്പോഴാണ് ഡബിൾ ക്രോസ് ചെയ്യുമ്പോഴാണ് ബാങ്കിൽ ക്രോസ് ചെയ്യുക. ഓക്കെ, ഡബിൾ ക്രോസിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ് ഓഫ് എ ചെക്ക് ഈസ് ടെക്നിക്കലി നോൺ ആസ്, ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ് ഓഫ് ചെക്കിന് ടെക്നിക്കലി എന്താ അറിയപ്പെടുക, ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പൊ ക്യാൻസലേഷൻ ഓഫ് ക്രോസിംഗ് ഓഫ് എ ചെക്ക് ടെക്നിക്കലി നോൺ ആസ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. എങ്ങനെ ചെയ്യാം, പ്ലീസ് പേ ക്യാഷ്നോ അല്ലെങ്കിൽ ക്രോസിംഗ് ക്യാൻസൽ എന്നോ അല്ലെങ്കിൽ പേ ക്യാഷ്നോ എഴുതിയിട്ട് ആരൊപ്പിടും, ഡ്രോവർ ഒപ്പിട്ടാലാണ് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് ആകുക. ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് നടത്താനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, അത് ഡ്രോവർക്ക് മാത്രമേ ഉള്ളൂ. ആക്ച്വൽ അക്കൗണ്ട് ഹോൾഡറായ ഡ്രോവർക്ക് മാത്രമാണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് നടത്താനുള്ള അധികാരമുള്ളത്. അടുത്ത് നോക്കൂ, ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് ക്യാൻ ബി ഡൺ ഓൺലി ബൈ ഡാഷ് ചെക്ക്. ആർക്ക് മാത്രമേ ഉള്ളൂ, ഡ്രോവർക്ക് മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് ആർക്ക് മാത്രം നടത്താൻ പറ്റൂ, ഡ്രോവർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് നടത്താൻ കഴിയുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. ജനറൽ ക്രോസിംഗിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആക്കി മാറ്റാം. സ്പെഷ്യൽ ക്രോസിംഗിനെ ജനറൽ ക്രോസിംഗ് ആക്കി മാറ്റണമെങ്കിലോ ക്രോസിംഗ് ക്യാൻസൽ ചെയ്യണമെങ്കിലോ അത് ആര് തന്നെ ചെയ്യണം, അത് ഡ്രോവർ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ദിവസം നോക്കൂ. Protection is available to paying bank of crossed check is mentioned in section 128. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സെക്ഷൻ 123 മുതൽ 130 വരെയുള്ള അവിടെയാണ് എന്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്, ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. 123, 24, 25, 26 ഒക്കെ നമ്മൾ പഠിച്ചു. പ്രൊട്ടക്ഷൻ 128 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊട്ടക്ഷൻ ഈസ് അവൈലിംഗ് ടു പേയിങ് ബാങ്ക് ഓഫ് ക്രോസ്ഡ് ചെക്ക്. ക്രോസ് ചെക്ക് പൈസ കൊടുക്കുമ്പോൾ അവിടെ ആർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, പേയിങ് ബാങ്കിന് പ്രൊട്ടക്ഷൻ കിട്ടും. അതിനെ കുറിച്ചാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. സെക്ഷൻ 128 ഓഫ് എൻ എ ആക്ട് മെൻഷൻ ചെയ്യുന്നത്. ഇനി സെക്ഷൻ ഡാഷ് ഓഫ് എൻ എ ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് പേയിങ് ബാങ്കർ കനോട്ട് ഡെബിറ്റ് ദ അക്കൗണ്ട് ഓഫ് ഹിസ് കസ്റ്റമർ വൈൽ പേയിങ് എ ക്രോസ്ഡ് ചെക്ക് അതർ ദാൻ എ ബാങ്ക്. അതായത് ക്രോസ്ഡ് ചെക്കില് പൈസ ആർക്ക് മാത്രമേ കൊടുക്കാവൂ, മറ്റൊരു ബാങ്കിന് മാത്രമേ പേയ്മെന്റ് നടത്താവൂ. ഒരിക്കലും കൗണ്ടറിൽ കൂടെ ക്യാഷ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിന് പേയ്മെന്റ് നടത്തില്ല. അതായത് സെക്ഷനിലാണ് പറയുന്നത്, സെക്ഷൻ 129 ഓഫ് എൻ എ ആക്ടിലാണ്. എന്താ പറയുന്നത്, സെക്ഷൻ 129 ഓഫ് എൻ എ ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് പേയിങ് ബാങ്കർ cannot debit account of his customer while paying a closed check other than a bank. ക്ലോസ്ഡ് ചെക്കില് പേയ്മെന്റ് നടത്തുമ്പോ, മറ്റൊരാൾക്ക് പേയ്മെന്റ് നടത്തുമ്പോ അത് തീർച്ചയായിട്ടും ആർക്കേ കൊടുക്കൂ, മറ്റൊരു ബാങ്കിനെ കൊടുക്കൂ, ഒരിക്കലും ഇൻഡിവിജ്വലിന് കൊടുക്കില്ല. നമ്മൾ പറഞ്ഞു ക്ലോസ് ചെക്ക് അതിൽ കൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ, ഒരു ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പോ പേയ്മെന്റ് തീർച്ചയായിട്ടും ആർക്ക് തന്നെ ആയിരിക്കും, മറ്റൊരു ബാങ്കിന് തന്നെ ആയിരിക്കും. അതാണ് പറയുന്നത് സെക്ഷൻ 129 ഓഫ് എൻ എ ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് പേയിങ് ബാങ്കർ കനോട്ട് ഡെബിറ്റ് ദ അക്കൗണ്ട് ഓഫ് ഹിസ് കസ്റ്റമർ. കസ്റ്റമറുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാൻ പാടില്ല, അതായത് കസ്റ്റമർ അക്കൗണ്ടിൽ കുറവ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വൈൽ പേയിങ് എ ക്രോസ്ഡ് ചെക്ക് അതർ ദാൻ എ ബാങ്ക്, മറ്റൊരു ബാങ്കിനല്ലാതെ, മറ്റൊരു ബാങ്കിന് പൈസ കൊടുക്കാനല്ലാതെ ഒരിക്കലും കസ്റ്റമറുടെ അക്കൗണ്ടിനെ കുറവ് ചെയ്യരുത്, ഡെബിറ്റ് ചെയ്യരുത് എന്ന് മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 129 ആണ്. അപ്പൊ വേറൊരു അക്കൗണ്ടിൽ ബാങ്കിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പൈസ കൊടുക്കൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അക്കൗണ്ട് പേയിങ് ക്രോസിംഗ് ആൻഡ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആ ഡയറക്ഷൻ ടു ഡ്രോവർ ടു ആർക്കാണ്, കളക്ടിംഗ് ബാങ്ക്. നമ്മൾ ടേബിൾ ആയിട്ട് പഠിച്ചു, ആർക്കുള്ള ഡയറക്ഷൻ ആണ്, കളക്ടിംഗ് ബാങ്കാണ്. പക്ഷെ ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും ആർക്കാണ്, അത് പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും പേയിങ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗും അക്കൗണ്ട് പേയിങ് ക്രോസിംഗും കളക്ടിംഗ് ബാങ്കിനുള്ള ഡയറക്ഷൻ ആണ്. ആരുടെ ഡയറക്ഷൻ ആണ്, ഡ്രോവറുടെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇനി വാണിംഗ് ടു എന്ന് ചോദിച്ചാലോ, അതായത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്, അക്കൗണ്ട് പേ ക്രോസിംഗ് അല്ല, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് എ വാണിംഗ് ടു ജനറൽ പബ്ലിക് എന്ന് പറയാം, ഹോൾഡർ എന്ന് പറയാം, അല്ലെങ്കിൽ റിസീവർ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, ഇനി നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 130. നമ്മൾ നേരത്തെ പഠിച്ചാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതിലാണ് 130. അക്കൗണ്ട് പേ ക്രോസിംഗിനെ കുറിച്ച് എന്ത് ചെയ്തില്ല, മെൻഷൻ ചെയ്തിട്ടുമില്ല. അതേപോലെ തന്നെ മെറ്റീരിയൽ ആൾട്രേഷനെ കുറിച്ചിട്ട് എന്ത് ചെയ്യില്ല, എൻ എ ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല. There are no dash of check that is closed as not negotiable. Holder in decourse not negotiable ചെക്കിൽ എന്ത് ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല, ഹോൾഡർ ഇൻ ഡീകോഴ്സ് ഉണ്ടാവില്ല. അവിടെ എന്ത് മാത്രം ഉണ്ടാവും, ഹോൾഡർ മാത്രമേ ഉണ്ടാവൂ. അതായത് there is no holder in decourse of check that is closed not negotiable. നോട്ട് നെഗോഷ്യബിൾ ക്ലോസിന്റെ ചെക്കിന്റെ കാര്യത്തിൽ ഒരിക്കലും
ഹോൾഡറിന്റെ കോഴ്സ് ഉണ്ടാവില്ല. എന്ത് മാത്രം ഉണ്ടാവും? ഹോൾഡർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നോട്ട് നെഗോഷ്യബിൾ ക്ലോസ് ചെക്കിന്റെ കാര്യത്തില് ഹോൾഡറിന്റെ കോഴ്സ് ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഹോൾഡർ മാത്രമേ എപ്പോഴും ഉണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്തത് പേയി അക്കൗണ്ട് ക്രോസിംഗ്. അതാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് കേട്ടോ. അതിന് തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. ചില സമയത്ത് ബാങ്കിങ് ടേംസ് ആയിട്ട് എന്ത് ഉപയോഗിക്കും? പേയീസ് അക്കൗണ്ട്. ഇത് എന്ത് തന്നെയാണ്? അക്കൗണ്ട് പേയി ക്രോസിംഗ് തന്നെയാണ്. പേയീസ് അക്കൗണ്ട് ക്രോസിംഗ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. അക്കൗണ്ട് പേയി ക്രോസിംഗിനെ കുറിച്ച് എന്ത് ചെയ്തില്ല? NI ആക്ടിൽ എവിടെയും മെൻഷൻ ചെയ്തില്ല. നോട്ട് മെൻഷൻ ഇൻ NI ആക്ട് ആണ്. അതേപോലെ തന്നെ മെറ്റീരിയൽ ആൾട്രേഷനെ കുറിച്ച് എന്ത് ചെയ്തില്ല? NI ആക്ടിൽ മെൻഷൻ ചെയ്തില്ല. ഇനി വിച്ച് among the following group of instrument can be crossed by the drawer or holder? ഡ്രോവർക്കോ ഹോൾഡർക്കോ താഴെ തന്നിട്ടുള്ള ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ക്രോസ് ചെയ്യാൻ കഴിയുക എന്നാണ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അടിച്ചിരിക്കുന്നത്. നോക്കൂ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ഇപ്പോൾ ഡെലിവറി നോട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഇൻസ്ട്രുമെന്റുകളെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റെ ക്രോസ് ചെയ്യാൻ കഴിയുള്ളൂ. അതൊക്കെയാണ് ഒന്ന് ചെക്കും രണ്ടാമത്തെ ഡ്രാഫ്റ്റും. ബാക്കി ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ഡെലിവറി നോട്ടോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഡെലിവറി നോട്ടോ അല്ല, ഡെലിവറി ഓർഡറോ അല്ലെങ്കിൽ ചെക്കോ അല്ല, പ്രോമിസറി നോട്ട് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ല, ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്കാണ് കേട്ടോ. അതായത് ഡ്രാഫ്റ്റും ചെക്കും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ക്രോസ് ചെയ്യാൻ പറ്റൂ. ഇതിന്റെ ആൻസർ എന്താണ്? ബാങ്ക് ഡ്രാഫ്റ്റ് ഓർ ചെക്ക് മാത്രമാണ് ക്രോസ് ചെയ്യാൻ കഴിയുന്ന ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ളത്. ഇൻ ജനറൽ ക്രോസിംഗ് ഡാഷ് ആർ ഇമ്പോർട്ടന്റ്. അതാണ് ജനറൽ ക്രോസിംഗിന്റെ കാര്യത്തിൽ അതാണ് പാരൽ ലൈൻ ആണ് ഇമ്പോർട്ടന്റ്, നോട്ട് ദ വേർഡ്സ്. ഇനി സ്പെഷ്യൽ ക്രോസിംഗിന്റെ കാര്യത്തിലോ ബാങ്കിന്റെ പേരാണ് ഇമ്പോർട്ടൻസ്, നോട്ട് ദ ലൈൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോസ് ശ്രദ്ധയോടെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.